Good evening. Good evening. Good evening, sir. Good evening, Miss. Good Good evening. evening, Miss. Good evening, Miss. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, Miss. Good evening. Okay, then we can start. Yes. Okay. Good evening, Miss. Good evening. Good evening, ma'am. Good evening, Is miss. there any sound problem? Good evening, Miss. Yes, good evening. Sound clear അല്ലേ? ചെറുതായിട്ട് Yes, teacher. ഗുഡ് ഈവനിങ്. ക്ലിയർ ആണല്ലോ Clear. മാം. അല്ല സൗണ്ടിന് എന്തോ പ്രോബ്ലം എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചായിരുന്നു. ഓക്കെ ഫൈൻ, വി ക്യാൻ സ്റ്റാർട്ട്. സോ കുട്ടീസ് ഒക്കെ അമ്മമാരുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കണമെന്ന് തോന്നുന്നുള്ളൂ. ഓക്കെ, കുട്ടീസ് ആരെങ്കിലും പ്രെയർ ചെയ്യാൻ റെഡിയാണോ? യെസ്. എനിവൺ? അറിയില്ല. ഓക്കെ, എനിവേ നമുക്ക് സമയം കളയണ്ട. വി ക്യാൻ സ്റ്റാർട്ട്. ആരെങ്കിലും പ്രെയറിന് റെഡി ആണെങ്കിൽ പ്രെയർ ചെയ്യാം, അല്ലെങ്കിൽ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് എ സൈലന്റ് പ്രെയർ. ഞാൻ ചൊല്ലാം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സുഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സുഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഓക്കെ, ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. സോ നമ്മള് മോണ്ടെസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് അതിനെ കുറിച്ച് പറയുമായിരുന്നു. അവിടുത്തെ രണ്ട് പൊട്ടന്റ് ഫോഴ്സ് ആയ നമ്മളുടെ ഫെസിലിറ്റേറ്ററും അതുപോലെ തന്നെ കുട്ടി, അവര് എങ്ങനെയാണ് പ്രിപ്പയർഡ് എൻവയോൺമെന്റിലൂടെ പോകുന്നത്. ഈവൻ ദോ അഡൾട്ട് ആണെങ്കിലും അഡൾട്ട്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഫെസിലിറ്റേറ്റർ കുട്ടിയെ അനലൈസ് ചെയ്യില്ല. അതുപോലെ ക്വാളിറ്റി ആ ഒരു ഫെസിലിറ്റേറ്റർക്ക് വരും. പ്യൂരിഫൈഡ് ഹേർട്ട് ആയിരിക്കും. അപ്പൊ ആ പ്യൂരിഫൈഡ് ഹേർട്ട് ആകുമ്പോൾ അവർക്ക് ഒരിക്കലും കുട്ടിയെ അടുത്ത് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വരുന്ന രീതിയിൽ പെരുമാറില്ല. എപ്പോഴും കുട്ടിയാണെങ്കിലും അതിനെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്യും. ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയെ റെസ്പെക്ട് ചെയ്യും. കുട്ടികൾ പറയുന്നതെല്ലാം അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് മനസ്സിലാകും. കുട്ടിയല്ല ഫെസിലിറ്റേറ്ററിനെ ഫോളോ ചെയ്യുന്നത്, ഫെസിലിറ്റേറ്റർ ആണ് കുട്ടിയെ ഫോളോ ചെയ്യുന്നത്. ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ നോക്കുമ്പോൾ
ആണ്. അവിടെ ഒരു ടീച്ചറാണ്. ടീച്ചറെ കുട്ടികൾ ഫോളോ ചെയ്യാണ്. ടീച്ചർ പറയുന്ന പോലെ കേൾക്കുന്നു, ടീച്ചർ പറയുന്ന പോലെ ചെയ്യുന്നു. ടീച്ചർ നിർത്താൻ പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു, ടീച്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ലൈക്ക് ദാറ്റ് ആ ഒരു രീതിയിൽ പോകുന്നു. എല്ലാ കുട്ടികളുടെ അടുത്തും ഒരേ ആറ്റിറ്റ്യൂഡിൽ പോകുന്നതാണ് ജനറലി കാണുന്നത്. അങ്ങനെ അല്ലാതെ ടീച്ചേഴ്സും ഉണ്ട് കേട്ടോ ട്രഡീഷണലില്. കാരണം അവരെ നമ്മൾ ഇന്നും ഓർക്കുന്നുണ്ടാവും, നമ്മുടെ മനസ്സിൽ അവർക്ക് നല്ല സ്ഥാനം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് നമ്മൾ അവരെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകുമ്പോൾ അവരെങ്ങനെ ഡെവലപ്പ് ആകുന്നു എന്നുള്ളത്. അതായത് ഒരു കമ്മ്യൂണിറ്റി ലൈഫ്, കുഞ്ഞു കുട്ടിയാണെങ്കിലും അത് അതിന്റെ ഓരോ സ്റ്റേജസിലും ആളുകളുമായി സോഷ്യലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് പഠിക്കുന്ന സമയമാണെങ്കിലും ശരി, ഒരു ജോബിന് പോകുന്ന സമയമാണെങ്കിലും ശരി, ലൈഫിലെ സ്റ്റാറ്റസ് വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് മാറുമ്പോഴാണെങ്കിലും ശരി, പലപ്പോഴും ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ആ സോഷ്യലൈസ് ചെയ്യുന്ന ബിഹേവിയർ നമുക്കറിയാം. കൊച്ചു കുട്ടികളിലെ സോഷ്യൽ സ്മൈല് വരുന്ന ഒരു ഏജ്, കുറച്ച് കഴിയുമ്പോൾ ആളുകളെ കാണുമ്പോൾ സംസാരിക്കാൻ തുടങ്ങുന്നത് അല്ലെ. പിന്നെ അവരുടെ ഏജിൽ വരുന്ന കുട്ടികളെ കാണുമ്പോൾ കൗതുകം, അവരോട് കൂട്ടുകൂടുന്നത് ഒക്കെ നമ്മളിങ്ങനെ കാണാം. കുട്ടികൾ ഓരോ ഏജിൽ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അവരുടെ സോഷ്യലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. പക്ഷെ ചെറിയ പ്രായത്തിൽ നമുക്കറിയാം, സ്ട്രേഞ്ചേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പേടിയാവും. ആ ഒരു സ്ട്രേഞ്ചർ ആങ്സൈറ്റി അവർക്കുണ്ടായിരുന്നു. കെയർ ഗീവർ അല്ലെങ്കിൽ അമ്മയുടെ അടുത്തുനിന്ന് മാറ്റുമ്പോഴേക്കും ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി, അതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷെ വലുതാകും തോറും അവർ ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങുമ്പോൾ അവരവരുടെ കെയർ ഗീവറുടെ അടുത്ത് ഏതൊരു ഏജിലും അവർ കംഫർട്ടാണ്. ബട്ട് വലുതാകുന്നതിനനുസരിച്ച് അവരുടെ കമ്മ്യൂണിറ്റി ലൈഫും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. അവര് ജീവിക്കുന്ന ഇടങ്ങളിൽ അവരവരുടേതായ ഇടം കണ്ടെത്തും. അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനും അവർ പഠിക്കും. നമ്മൾ പറഞ്ഞില്ലേ, അഡാപ്റ്റേഷൻ എന്നൊരു കാര്യമുണ്ട്, അത് വരുന്നുണ്ട്. ലെസൺ 10 വരുന്നത്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഈ ഡെവലപ്മെന്റ്, അതായത് കുട്ടി ഡെവലപ്പ് ചെയ്തു എന്നുള്ള പ്രോഗ്രസ് മനസ്സിലാക്കാൻ നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ ടെസ്റ്റുകൾ നടത്തുന്നില്ല, എക്സാംസ് നടത്തുന്നില്ല. അങ്ങനെയുള്ള ഒരു ഇവാലുവേഷൻ മെത്തേഡ് നമുക്കില്ല. അവിടെ നമ്മൾ ആകെ നമ്മുടെ ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവ് ചെയ്യുന്നു. ഒബ്സർവ് ചെയ്ത് കുട്ടിയുടെ മൂവ്മെന്റ്സ്, അവനിലെ കണ്ണുകളിൽ കൈകളിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ഇനീഷ്യലി എടുത്ത ടൈം അല്ല പിന്നീട് ചെയ്യുമ്പോൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പുതിയ പുതിയ ക്രിയേറ്റിവിറ്റി ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കുട്ടിയുടെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ടെസ്റ്റുകളോ ഒന്നും പ്യുവർ മോണ്ടിസോറി മെത്തേഡിൽ ചെയ്യാറില്ല. ചെറിയ ക്ലാസ്സസിൽ ഉണ്ട്, സാധാരണ സ്കൂളുകളിലുണ്ടല്ലേ, KG സെഷനിലൊക്കെ ഉണ്ടാകും. അത് നടത്തുന്ന ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുട്ടികൾക്ക് വളരെ കംഫർട്ട് ആയിട്ടുള്ള ഇവാലുവേഷൻ ആണ് അല്ലെ. പിക്ചർ കാണിച്ചിട്ട് ഏതാന്ന് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെറിയ ക്ലാസ്സിൽ അവരുടെ ഇവാലുവേഷൻ ടെക്നിക്സ്. അപ്പൊ ആ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആകുന്ന രീതിയിലുള്ള ഇവാലുവേഷൻ മെത്തേഡ് തന്നെയാണ് ചെറിയ ക്ലാസ്സുകളിൽ വരുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് കുട്ടി ഡെവലപ്പ്, അതായത് നോർമലൈസേഷൻ, ഡീവിയേഷൻ എന്ന് പറഞ്ഞ 2 കാറ്റഗറി ഉണ്ട് കുട്ടികൾ. അപ്പൊ ഈ നോർമലൈസേഷൻ, മോണ്ടിസോറി എൻവയോൺമെന്റിലൂടെ ആക്ടിവിറ്റി നടത്തി പോകുന്ന കുട്ടി നോർമലൈസ്ഡ് ആകുന്നു. അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി, നോർമലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ടോപ്പ് ആവുക, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു തീർക്കുക, അങ്ങനെയുള്ളതല്ല. പെർഫെക്റ്റ് ആയിരിക്കുക, അതൊന്നും അല്ല നോർമലൈസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അവൻ എന്ത് ആക്ടിവിറ്റിയാണോ കൊടുത്തിരിക്കുന്നത് അതവൻ കോൺസെൻട്രേഷനോട് കൂടി ചെയ്ത് അക്കംപ്ലിഷ് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നതാണ് മറിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ നോർമലൈസ്ഡ് എന്ന് പറയുന്നത്. അതായത് പ്രൊഡക്റ്റീവായി മാറും. ഇതൊന്നും ടെസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി, വാട്ട് ഈസ് മെന്റ് ബൈ നോർമലൈസ്ഡ്? അല്ലെങ്കിൽ ത്രൂ റിപ്പീറ്റഡ് ആക്ടിവിറ്റി ഇൻ ദ മോണ്ടിസോറി എൻവയോൺമെന്റ് ദ ചൈൽഡ് ബിക്കം ലാസ്റ്റ് ഡാഷ് എന്നുള്ള രീതിയിൽ. ആ ഡാഷിന്റെ അവിടെ നമ്മൾ ചിലപ്പോ പ്രൊഡക്റ്റീവ് എന്നായിരിക്കും നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നോർമലൈസ്ഡ് എന്നായിരിക്കും, ഡീവിയേറ്റ്, പെർഫെക്റ്റ്, സ്മാർട്ട്, ടോപ്പ്, അങ്ങനെയൊക്കെ കുറെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ നോർമലൈസ്ഡ് എന്നുണ്ടെങ്കിൽ നോർമലൈസ്ഡ് തന്നെയാണ് ആൻസർ. പിന്നെ അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി, നോർമലൈസ്ഡ് മീൻസ് ഡാഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് പ്രീവിയസ് ചെയ്ത ബാച്ചിന്റെ കണ്ടിട്ട് 4th ബാച്ചിലെ ഒരു കുട്ടീനോട് ഇതൊക്കെ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആ മിസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി അല്ലേ? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ഞാനല്ല എടുക്കുന്നത്, ബട്ട് ഐ വിൽ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. എന്റെ ടോപ്പിക് അല്ല, നിങ്ങൾക്ക് പറയാം ജിഷ മിസ്സിന്റെ ടോപ്പിക് അല്ല, പക്ഷെ മിസ് എന്തിനാ ഈ ക്വസ്റ്റ്യൻ ഇട്ടേന്ന് ചോദിക്കുവോ? ഇത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ അവരുടെ ആക്ടിവിറ്റി, ഇപ്പോ 10 മിനിറ്റ് കൊണ്ട് ഒരു കുട്ടി ഒരു കുട്ടി 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ടോ?
ബി എന്നൊരു കുട്ടിക്ക് ഹാഫ് ആൻ സൗണ്ട് അവർ ക്ലിയർ എടുക്കും. അല്ല. സിക്ക് റിപ്പീറ്റ് പലതവണ ചെയ്തു. ഉണ്ടോ? മിസ് ബ്രേക്ക് ആവുന്നു. ക്ലിയർ ഇല്ല മാം. ബ്രേക്ക് ആവുന്നു. 1 സെക്കൻഡ്. ഞാൻ ഇവിടെ അതെ. പിള്ളേരോ TV ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നും കേൾക്കണില്ലല്ലോ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? നോ ടീച്ചർ ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞിട്ട് നോക്കാൻ പോയതല്ലേ. വൈഫൈ കണക്ഷൻ ലോസ് ആയിരുന്നു. ഞാൻ ഒന്നുകൂടെ റീകണക്ട് ചെയ്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഞാനൊന്ന് ഷെയർ ചെയ്തിട്ട് കേട്ടോ. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ എങ്ങനെയുണ്ട്? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? നോ ഇല്ല ടീച്ചർ മിസ്, ഇപ്പൊ കേൾക്കാം. ക്ലിയർ ആണ്. റെഡി ആയി. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മോണ്ടിസോറി എൻവയോൺമെന്റിലെ പൊട്ടൻറ്റ് ഫോഴ്സ് ആയ ഫെസിലിറ്റേറ്ററെ കുറിച്ചും അതുപോലെ തന്നെ കുട്ടിയുടെ കാര്യമായിരുന്നു. മോണ്ടിസോറി എൻവയോൺമെന്റിലൂടെ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുട്ടികൾ നോർമലൈസ്ഡ് ആകുന്നു എന്നാണ് മറിയ മോണ്ടിസോറി പറഞ്ഞത്. നിങ്ങൾ ഓൾറെഡി നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിലൂടെ കടന്നു ഉണ്ടാകും. അതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്താണെന്ന് മനസ്സിലായിരുന്നോ? യെസ് ടീച്ചർ, മനസ്സിലായി. അപർണ ടീച്ചറാണ് എടുത്തത്. ഓക്കെ. ഇപ്പൊ നോർമലൈസ്ഡ് കിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ടോപ്പ്, ഹയസ്റ്റ് മാർക്ക്, പെർഫെക്റ്റ് അങ്ങനെയുള്ള മീനിങ് അല്ല. എല്ലാം പെട്ടെന്ന് ചെയ്ത് ഫസ്റ്റ് ചെയ്ത് തീർക്കുന്നു എന്നൊന്നും അല്ല അതിന്റെ മീനിങ്. അവന് കിട്ടിയിരിക്കുന്ന ആക്ടിവിറ്റി ചുറ്റുമുള്ള ആളുകളെയോ ചുറ്റുമുള്ള എൻവയോൺമെന്റിനെയോ ഡിസ്റ്റർബ് ചെയ്യാതെ കംപ്ലീറ്റ് ചെയ്യും. കോൺസെൻട്രേഷനോട് കൂടി ഒരു ഡിസ്ട്രാക്ഷനും സംഭവിക്കുന്നില്ല. എന്തൊക്കെ ഇന്ററപ്ഷൻസ് വന്നാലും അതിനെ ഓവർകം ചെയ്യുന്നു. അതായത് പ്രൊഡക്റ്റീവ് മാറുന്നു. മറിയ മോണ്ടിസോറിയുടെ എയിം അതാണ്. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറ്റുക എന്നുള്ളതായിരുന്നു. കാരണം അത്രയും യുദ്ധം വന്ന് യൂത്ത് മുഴുവൻ നഷ്ടപ്പെട്ട ആ ഒരു സിറ്റുവേഷനിൽ എവിടെ പോയി ഇത് ശരിയാക്കുമെന്ന് ആലോചിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അഡൾട്ടിൽ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്ന കതിരിന്നിൽ വളം വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് ചെറിയ കുട്ടികളിൽ നിന്ന് തുടങ്ങാം. അത് എന്തുകൊണ്ട് അവർ 3 to 6 years എടുത്തു എന്നുള്ളതിന് കാര്യമുണ്ട്. 3 to 6 years ഇവരുടെ ഡെവലപ്മെന്റ്, എല്ലാ ഏരിയയിലെ ഡെവലപ്മെന്റ്, അത് ലാംഗ്വേജ് ആയാലും ശരി, ഇന്റലക്ച്വൽ ആയാലും ശരി, ഇവരുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി അത് വളരെ ഫാസ്റ്റ് ആണ്.
ആ സമയത്ത് അവർക്ക് എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് ത്രൂ ഔട്ട് അവരുടെ ലൈഫിൽ ഉണ്ടാവും. അവർ അഡൾട്ട്ഹുഡിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ പോകും. അപ്പോ ഇത് മറിയാം മോണ്ടിസോറി മാത്രം പറഞ്ഞ കാര്യമല്ല. ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് കോൺട്രിബ്യൂഷൻസ് നൽകിയ കുറെ പേരുണ്ട്, കുറെ സൈക്കോ അനലിസ്റ്റുകൾ ഉണ്ട് അല്ലെ. ജീൻ പിയാഗറ്റ്, പിഗറ്റോസ്കി, എറിക്സൺ, സിഗ്മണ്ട് ഫ്രോയിഡ്, ഇവരെല്ലാം പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അപ്പൊ ഇവരെല്ലാം അക്കാദമിക്സിലേക്ക് ഇവരുടെ ഈ ഒരു പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള രീതിയിൽ അവർ കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ ഈവൻ ദോ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അഡൾട്ട് ആണെങ്കിലും കുട്ടികളോട് അഡൾട്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യില്ല. എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യണു, നിനക്കത് പെട്ടെന്ന് ചെയ്തൂടെ, ഞാൻ ചെയ്യുന്ന കണ്ടില്ലേ, ആ രീതിയിലുള്ള ഒരു അപ്രോച്ചേ അല്ല മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. പ്യൂരിഫൈഡ് ഹെർട്ടാണ്. ഷീ നോസ് ദ പേസ് ഓഫ് ഈച്ച് ചൈൽഡ്. ഓരോ കുട്ടിയുടെയും സ്പീഡ് അവർക്കറിയാം. ആ കുട്ടി ഓരോ ആക്ടിവിറ്റിക്കും എന്തുകൊണ്ട് ആ ടൈം എടുക്കും. കുട്ടികളിൽ ഉണ്ടാകുന്ന ഡിസബിലിറ്റീസ്, ഡിഫോമിറ്റീസ് പെട്ടെന്ന് മനസ്സിലാകും മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക്. അതിന് എന്ത് ഇന്റർവെൻഷൻ ചെയ്യണം. അപ്പൊ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകം ആക്ടിവിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യും. നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ അവർ തന്നെ പോയി ചൂസ് ചെയ്യും എന്ത് ചെയ്യണം എന്നുള്ളത് ചൂസ് ചെയ്യും, അവർ തന്നെ ഇരുന്ന് ചെയ്യും. കഴിയുമ്പോൾ അവർ തിരിച്ചവിടെ കൊണ്ടുവയ്ക്കും. അവർ പ്രൊഡക്റ്റീവ് ആണ്. അവർ ആ ഒരു നോർമലൈസ്ഡ് ആക്കാനായിട്ട് ഡീവിയേറ്റഡ് കുട്ടികൾക്ക്, കാരണം അവരൊന്നും ചെയ്യില്ല. ചിലപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ഉണ്ടാവും, ഭയങ്കര വയലന്റ് നേച്ചർ ഉണ്ടാവും, ഡിസ്ട്രക്റ്റീവ് നേച്ചർ ഉണ്ടാവും. അതേസമയം ഭയങ്കര സ്ലീപ്പി, ലേസി ആയിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും, വീക്ക് ആയിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. അപ്പൊ അവരെയൊക്കെ ഓരോ ആക്ടിവിറ്റിയിലൂടെ അവരുടെ പ്രശ്നങ്ങൾക്ക് അനുസരിച്ച് ആക്ടിവിറ്റി കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഫെസിലിറ്റേറ്റർ. നോർമലൈസ്ഡ് എന്നുള്ള കാറ്റഗറിയിലേക്ക് ആക്കുക. അത് 1-2 ദിവസം കൊണ്ട് പറ്റുന്നതല്ല. അതിന് വേണ്ടുന്ന പേഷ്യൻസ് ഈ ഫെസിലിറ്റേറ്റർക്ക് ഉണ്ടാവും. ചിലപ്പോൾ 2-3 months ഒക്കെ എടുക്കും, മോർ ദാൻ 3 months ഒക്കെ എടുക്കാം അങ്ങനെ ആക്കി മാറ്റുന്നതിന്. ഓക്കെ, ഈ വർക്ക് സൈക്കിൾ ആൻഡ് പ്രോസസ് ഓഫ് ഒബ്സർവേഷൻ. അതായത് നമ്മൾ പറഞ്ഞു ഇവരുടെ പ്രോഗ്രസ് അല്ലെങ്കിൽ ഇവരുടെ ഡെവലപ്മെന്റ് മനസ്സിലാക്കാൻ നമുക്ക് എക്സാമോ ടെസ്റ്റുകളോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ഇതെങ്ങനെ മനസ്സിലാക്കും? ത്രൂ ഒബ്സർവേഷൻ. ഒബ്സർവ് ചെയ്തിട്ട് നമുക്കത് നോട്ട് ചെയ്യാം. ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ നിങ്ങൾക്ക് ഒരു ടീച്ചിങ് മാനുവൽ എന്നൊരു കാര്യം പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പലരും എന്നോട് പറഞ്ഞു, മിസ് അത് അവിടെ ആവശ്യമില്ല, അവിടെ എന്താണ് ലെസൺ പ്ലാൻ ആണ് വേണ്ടത്, അതുകൊണ്ട് അത് അവിടെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു അത് അവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ 10 ദിവസം അവിടെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തപ്പോൾ കുട്ടികളിൽ ഞാൻ കണ്ട പ്രോഗ്രസ്, ഫസ്റ്റ് ഡേ കൊടുത്ത ആക്ടിവിറ്റിക്ക് അന്നത്തെ പ്രോഗ്രസ് ആവില്ല അടുത്ത ദിവസം കാണുന്നത്. അത് നമുക്കൊരു റെഫറൻസിന് വെക്കാനാണ് നിങ്ങൾ അതുപോലെ ഒരു ടീച്ചിങ് മാനുവൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറയുന്നത്. നമുക്കതൊരു റെഫറൻസ് ആണ്. ഇന്ന് ആ കുട്ടിക്ക് ഒരു ആക്ടിവിറ്റി കൊടുത്തു, അവന്റെ റെസ്പോൺസ് ഇതായിരുന്നു, എഴുതി വെക്കുക. നെക്സ്റ്റ് ഡേ ഒരു പക്ഷെ കുട്ടി ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് അത് ചെയ്യണമെന്ന് പറയും. നമുക്ക് മനസ്സിലായി അവൻ ആ ആക്ടിവിറ്റി ഇൻട്രസ്റ്റ് ആണ്, അവനത് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യം. നമുക്കത് നോട്ട് ചെയ്ത് വെക്കാം. ടീച്ചിങ് മാനുവൽ അതുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? നമുക്ക് വേറെ എവിടെ ജോബിന് പോയാലും അല്ലെങ്കിൽ അടുത്ത അക്കാദമിക് ഇയർ വരുമ്പോൾ ഈ കുട്ടികൾ തന്നെ നമുക്ക് UKG കിട്ടുന്നു അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കിട്ടുന്നു, നമുക്ക് നമ്മുടെ കയ്യിൽ ആ റെഫറൻസ് ഉണ്ട്. ലാസ്റ്റ് അക്കാദമിക് ഇയറിൽ ഇവന്റെ പ്രോഗ്രസ് എന്തായിരുന്നു. വെറും പ്രോഗ്രസ് കാർഡ് മാത്രം ആയിക്കഴിഞ്ഞാൽ അതിൽ മാർക്കല്ലേ കാണും. കുട്ടികളുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് നമുക്ക് ആ മാർക്കിലൂടെ മനസ്സിലാവില്ലല്ലോ. നമ്മൾ ഇതുപോലൊരു ടീച്ചിങ് മാനുവൽ പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് എഴുതും അല്ലെ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് വർക്ക് സൈക്കിൾ ആൻഡ് പ്രോസസ് ഓഫ് ഒബ്സർവേഷൻ. ഓക്കെ, ഇതിന്റെ ഹെഡിങ് അതാണ് കേട്ടോ. ഞാനത് ജസ്റ്റ് ഓക്കെ. ഈ മറിയം മോണ്ടിസോറി ഈ ഒരു കാസാഡെ ബാംബിനി അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഹൗസ്, ഒരു സ്കൂൾ എന്നുള്ളതിനേക്കാളും പറയാൻ ഇഷ്ടപ്പെട്ടത് അതായിരുന്നു. അത് ഉണ്ടാക്കിയ സമയത്ത് ഇവരുടെ പല ഫ്രണ്ട്സ്, കൊളീഗ്സ് പലരും ഇവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് വരുമായിരുന്നു. ഒരു പ്രാവശ്യം വന്ന് അവർ വിചാരിച്ചു ഇവിടെ എല്ലാത്തിനും ഫ്രീഡം ആണെന്ന്. അപ്പൊ കുട്ടികളുടെ മറുപടി ആയിരുന്നു, ഞങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, അതാണ് ഞങ്ങളുടെ ഫ്രീഡം, അല്ലാണ്ട് ഇഷ്ടപ്പെടുന്നത് എല്ലാം ചെയ്യുന്നതല്ല. ആ സ്റ്റേറ്റ്മെന്റിന്റെ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇഷ്ടപ്പെടുന്നത് എന്തും ചെയ്യുന്നതല്ല ഫ്രീഡം, ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നതാണ് ഫ്രീഡം എന്ന് കുട്ടികൾ മറുപടി പറഞ്ഞു.
എന്ന് പറയണ്ടായിരുന്നു. അതിന് ഒരു എൽഡർ ആയിട്ടുള്ള കുട്ടി പറഞ്ഞു, ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ് ഫ്രീഡം എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് പലതവണയും ചോദിച്ചിട്ടുണ്ട്. ഇൻ മോണ്ടിസോറി എൻവയോൺമെന്റ് വാട്ട് ഈസ് മെൻ ബൈ ഫ്രീഡം? ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? അതായത് ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ അതിനകത്ത് കാണുമായിരിക്കും. അതുപോലെ തന്നെ വി ലൈക്ക് വാട്ട് വി ഡു, ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, അതാണ് ശരിയായ ആൻസർ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആകെ ആ ഒരു കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത്. മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? ആൻസർ വി ലൈക്ക് വാട്ട് വി ഡു, ഞങ്ങൾ ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, വി ഡു വാട്ട് വി ലൈക്ക്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, മാറിപ്പോരുത്. ഞങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതല്ല, അതല്ല ഫ്രീഡം. ഞങ്ങൾ ചെയ്യുന്നതിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. വി ലൈക്ക് വാട്ട് വി ഡു, വി ഡു വാട്ട് വി ലൈക്ക്, ഇതാണ് ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരുന്നത്. അപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റില് ഫ്രീഡം എന്ന് പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നതിനെ ഞങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവർക്ക് കിട്ടിയ ആക്ടിവിറ്റി അവർ വളരെ ഹാപ്പി ആയിട്ടിരുന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ഫ്രീഡം. ഓക്കെ, അത് ചെയ്യുമ്പോൾ അവരെ തടസ്സപ്പെടുത്താൻ ആരും ചെല്ലുന്നില്ല. സോ അത് ഫ്രീഡം അല്ലേ? അതാണ് അവർ പറയുന്നത്. ഞങ്ങൾ ചെയ്യുന്നതിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, ദാറ്റ് ഈസ് ഫ്രീഡം. മോണ്ടിസോറിയുടെ ഒരു കൊളീഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോണ്ടിസോറി കുട്ടികളെ നോക്കുന്നത് ഒരു പ്രകൃതി, ഈ ബേർഡ് വാച്ചിങ് അതുപോലെ തന്നെ പ്രകൃതി സ്നേഹികളായിട്ടുള്ള ആൾക്കാര് ഈ നേച്ചർ ഒബ്സർവ് ചെയ്യാനായിട്ട് പോകില്ലേ? ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ കിളികള്, ചെറിയ പ്രാണികള്, പുൽച്ചാടികള്, അതുപോലെ തന്നെ തേനീച്ചകള്, അങ്ങനെയൊക്കെ വളരെ സൂക്ഷിച്ച് അവര് നോക്കും അല്ലെ? അപ്പൊ മോണ്ടിസോറിയുടെ കൊളീഗ് പറഞ്ഞത് അതായിരുന്നു, മറിയ മോണ്ടിസോറി ക്ലാസ് റൂമിലുള്ള കുട്ടികളെ നോക്കുന്നത് ഒരു നാച്ചുറലിസ്റ്റ് തേനീച്ചയെ നോക്കുന്ന പോലെയാണെന്ന്. അത്രയും ശ്രദ്ധയോടുകൂടി കുട്ടികളെ ഒബ്സർവ് ചെയ്യുന്നു. അതാണ് മോണ്ടിസോറി ചെയ്തത്. കുട്ടിയിലെ ഓരോ മൂവ്മെന്റും അവർ വളരെയധികം ശ്രദ്ധിക്കുന്നു. അപ്പൊ ഈ ഒബ്സർവേഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് മറിയ മോണ്ടിസോറി എഴുതിയ ഒരു ബുക്കാണ് ഡിസ്കവറി ഓഫ് ദ ചൈൽഡ്. നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ട്, ഈ മെത്തേഡ് ഫോളോ ചെയ്യണം, ഇതുപോലെ ഒരു ഫെസിലിറ്റേറ്ററായി മാറണം, മോണ്ടിസോറി മെത്തേഡ് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ബൈ ദിസ് വൺ. ദിസ് ഇസ് വെരി വർത്ത്. മോണ്ടിസോറി ഓരോ കുട്ടികളിലെ പല ആക്ടിവിറ്റീസ് അപ്ലൈ ചെയ്തപ്പോൾ ഉണ്ടായ അതിന്റെ റിസൾട്ട് ആണ് ഇതിൽ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് കണ്ടില്ല. ഞാൻ 8 years ബാക്ക് ഞാൻ ഇത് ആമസോണിൽ നിന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു എനിക്കൊരു 300 കിട്ടിയെന്ന് തോന്നുന്നു. പക്ഷെ ഇന്നത്തെ പ്രിന്റഡ് റേറ്റ് കൊടുത്തിരിക്കുന്നത് 325 ആണ്. എനിക്ക് എന്തോ ഓഫറിൽ 300 285 അങ്ങനെ എന്തോ ഒരു റേറ്റിൽ എനിക്ക് കിട്ടിയെന്നാണ് എന്റെ ഒരു ഓർമ്മ. വർത്താണ്, എല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട് ഈ അങ്ങനെ മോണ്ടിസോറി ഒബ്സർവ് ചെയ്ത് അവര് മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചതാണ് ഇത് ഒരു ഈ ബുക്ക്. ഞാൻ വാങ്ങിച്ചോ റിപ്പീറ്റ് ചെയ്യാനുള്ള സമയം ആക്ച്വലി ഇല്ല. ഈ ബുക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങൂ. ഇത് മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ ആണ്. കുട്ടികളെ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ അങ്ങനെയും മോണ്ടിസോറി അത് ഓരോ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ പഠിക്കുന്നില്ലേ മോണ്ടിസോറി അപ്പാരറ്റസ്, മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കുട്ടികൾക്ക് ഉണ്ടായ മാറ്റങ്ങൾ, ആ ആക്ടിവിറ്റി ചെയ്തപ്പോൾ കുട്ടികൾ ചെയ്ത കാര്യങ്ങൾ, പിക്ചേഴ്സും എല്ലാം ഉണ്ട്. ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട്. മിസ് ഇത് എവിടെ കിട്ടുക? ഞാനിത് ആമസോണിൽ നിന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്തത് ഒരു 8 years ബാക്ക്. കിട്ടുമായിരിക്കും എല്ലായിടത്തും, ഷോപ്പിലൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും. ബുക്ക് സ്റ്റോറിലൊക്കെ കിട്ടും. ബുക്ക് സ്റ്റോർ കിട്ടാതിരിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ പബ്ലിഷർ ആകാർ ബുക്സ് എന്ന് പറഞ്ഞിട്ട് ഡൽഹി, അവിടെയുള്ള പബ്ലിഷർ. അതിനകത്ത് അവരുടെ വെബ്സൈറ്റും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെ ഒന്ന് നോക്കൂ. മെയിൻ ബുക്ക് പബ്ലിഷേഴ്സ് ചിലപ്പോ വരുത്തിയൊക്കെ തരുമായിരിക്കും അവര്. ആമസോണിൽ നോക്കി കഴിഞ്ഞാൽ കിട്ടണം. ഞാൻ ആമസോണിൽ അവൈലബിൾ ആണോ? ഞാൻ ഒരു ബുക്കും കൂടെ വാങ്ങി, പക്ഷെ അത് എന്റെ എങ്ങനെയും മിസ്സായി, എവിടെയൊന്നും ഒരു പിടിയില്ല. 2 ബുക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ റേറ്റ് ഇതും കൂടെ കൂടിയിട്ടാണ് ആമസോണിൽ കൊടുത്തേക്കണേ. അതെ അല്ലെ? ഓക്കെ ഓക്കെ.
ഞാൻ വാങ്ങിയപ്പം എനിക്ക് 300-നുള്ളിൽ കിട്ടി. പക്ഷെ ഇതിനകത്ത് അന്നത്തെ പ്രിന്റഡ് റേറ്റ് 325. ആരോ മെസ്സേജ് അയച്ചു 364 എന്തോ കണ്ടു. ഇത് നമുക്ക് വായിക്കാനും രസം. ചെറിയൊരു പ്രിന്റ്, അവരുടെ ഒരു ഇംഗ്ലീഷ് ഇച്ചിരി, അവരുടെ ഒരു ഇംഗ്ലീഷിന്റെ ഒരു ചെറിയ പ്രശ്നം എന്നേ ഉള്ളൂ. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. സിമ്പിൾ ആണ്. ഓക്കെ, സോ ഇതാണ് കാര്യങ്ങൾ. പിന്നെ കുട്ടിയെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ഡ്യൂട്ടി. അത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. കാരണം ഓരോ ദിവസത്തെ പ്രോഗ്രസ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ നോട്ട് ചെയ്ത് തന്നെ വെക്കണം അല്ലെ. അന്ന് കാണുന്ന പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് തന്നെ വെക്കണം. പിന്നെ ഈ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു കുട്ടിയുടെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവന് എന്താണ് ഇൻസ്പയർ ചെയ്യുന്നത്, എന്തിലാണ് അവന്റെ ഇൻട്രസ്റ്റ് കൂടുതൽ. ചിലപ്പോൾ ലാംഗ്വേജ് ഏരിയയിലായിരിക്കും, ചിലപ്പോ എഴുതുന്നതിലായിരിക്കും, അതിൽ തന്നെ ചിലപ്പോ മാത്തമാറ്റിക്കൽ ഏരിയയിലായിരിക്കും, കൗണ്ടിങ് ആയിരിക്കും, അല്ലെങ്കിൽ ബീഡ്സ് കൊണ്ടുള്ള കൗണ്ടിങ്, ബീഡ്സ് കൊണ്ടുള്ള ആക്ടിവിറ്റി ആയിരിക്കും. ബീഡ്സ് കൊണ്ട് അഡീഷൻ ചെയ്യാനും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അതായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. ഇനി അതല്ല സയൻസ് ഏരിയയിലൊക്കെ ആയിരിക്കും താല്പര്യം വരിക, അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഏരിയ ആയിരിക്കും. അപ്പൊ ഇവരുടെ പിന്നെ അല്ലെങ്കിൽ സെൻസോറിയൽ ഏരിയ ആയിരിക്കും, അവൻ ടച്ച് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം വരുന്നത്. ഏത് ഏരിയയിലാണ് ഇൻട്രസ്റ്റ്, ഏതാണ് കുട്ടിയെ കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്നത്, ഇതൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. പിന്നെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ, അതായത് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ മെന്റലി ആക്റ്റീവ് ആയിരിക്കണം. അവിടെയാണ് പ്രശ്നം പറ്റുന്നത്. അപ്പൊ നമുക്ക് നല്ല പവർ ഓഫ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ വേണം. അതായത് നമ്മളുടെ തലയിൽ കൂടെ മറ്റു പല കാര്യങ്ങള്, വീട്ടിലെ പ്രശ്നങ്ങള്, വൈകുന്നേരം ചെന്നാൽ എന്തൊക്കെ ചെയ്യണം, ആ പ്രശ്നങ്ങളൊന്നും വരരുത്. അതുകൊണ്ടാണ് ഹാർട്ട് പ്യൂരിഫൈഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എവറി ഡേ ഒരു 10 മിനിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ. ഈ എന്താ പറയാ, നിങ്ങള് സ്റ്റോറി റൈം ഒക്കെ എഴുതുമ്പോൾ ആരോ ഷെയർ ചെയ്തിരുന്നു, പറ്റണില്ല താവുന്നു. പക്ഷെ നമ്മള് കോൺസെൻട്രേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്കത് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഇങ്ങനെയുള്ള കുറെ ചിന്തകൾ നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളൊരു കുറച്ചു നേരം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കത് ശരിയാകും. ഒന്ന് ട്രൈ ചെയ്തു നോക്കും. അപ്പൊ ആ ഒരു മെന്റലി ആക്റ്റീവ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും വരരുത്. നമ്മളിവരെ ഒബ്സർവ് ചെയ്യുന്നു. ഇനി എനിക്ക് ഇന്നത്തെ ദിവസം പറ്റില്ല, അതുകൊണ്ട് ലീവ് എടുത്തേക്കുക, അത്ര തന്നെ. വേറൊരാളെ ഏൽപ്പിക്കുക. അത് അവിടെ മോണ്ടിസോറി മെത്തേഡ് ആണെങ്കിൽ അവിടുത്തെ ഡയറക്ടറിനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാകും. നമുക്ക് നോക്കാൻ പറ്റില്ല കുട്ടികളെ. അങ്ങനത്തെ ഒരു കേസ് ആണെങ്കിൽ നമ്മുടെ ആ ടൈം, ക്വാളിറ്റി ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രം അത് ചെയ്യും. പിന്നെ ക്ലോസ് ഒബ്സർവേഷൻ ഡെയിലി നോക്കണം. ആ കുട്ടി ചെയ്യുന്ന വർക്കിന്റെ സൈക്കിൾ നമുക്ക് മനസ്സിലാകണം. അതിന്റെ കോൺസെൻട്രേഷൻ ലെവൽ, ഓരോ ദിവസം കഴിയുന്നതോറുള്ള പ്രോഗ്രസ്, ഡെവലപ്മെന്റ് ഏത് ഏരിയയിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു 3 hour വർക്ക് സൈക്കിൾ നമ്മളിപ്പോ ഒരു ഇപ്പൊ നിങ്ങൾ ലെസൺ പ്ലാൻ ഒക്കെ പോയി ചെയ്യുന്നത് പ്രീവിയസ്ലി ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. എന്താണോ കുട്ടിക്ക് കൊടുക്കാൻ പോകുന്നത് അതിന്റെ പ്രീവിയസ്ലി ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതേസമയം നമ്മൾ ടീച്ചിങ് മാനുവൽ എഴുതുമ്പോഴോ ആ ദിവസത്തെ ആക്ടിവിറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ എഴുതുന്നത്, അന്നത്തെ ടീച്ചിങ് മാനുവൽ. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ടീച്ചിങ് മാനുവൽ ആൻഡ് ദിസ് ലെസൺ പ്ലാൻ. ഓക്കെ, അവിടെ ടീച്ചറാണ് പ്ലാൻ ചെയ്യുന്നത് കുട്ടിയെ എന്ത് പഠിപ്പിക്കണമെന്ന്. നമ്മള് മോണ്ടിസോറി മെത്തേഡില് കുട്ടികൾ എന്താ നീഡ് എന്താണ് അതിനനുസരിച്ചാണ് ആക്ടിവിറ്റി കൊടുക്കുന്നത്. ഓക്കെ, കുട്ടിയെ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുമ്പോൾ അത് അവന്റെ ആ മൊമെന്റം, ആ ഒരു സ്പീഡിനെ, അവന്റെ ഇൻട്രസ്റ്റിനെ അതിന് തടസ്സം വരുവാണ് ചെയ്യുന്നത്. അവൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തോട്ടെ. നമ്മുടെ ഓരോ ഇന്ററപ്ഷനും അത് അവനെ ബുദ്ധിമുട്ടാകും. ചെയ്തുകൊണ്ട് വന്നിട്ട് ആ ഫ്ലോ പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ. നമ്മൾ ആരെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഓ ആ ഫ്ലോ അങ്ങ് പോയി. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം. കുട്ടികളെ പോയി ഡിസ്റ്റർബ് ചെയ്യാൻ നമുക്ക് ഒരു മടിയുമില്ല. സെയിം തന്നെയല്ലേ നമുക്ക് സംഭവിക്കുമ്പോഴും പറ്റുന്നത്. ലക്ഷ്യം അവന് അവിടെ വിടുക, അത് ചെയ്തുകൊണ്ടിരുന്നോട്ടെ. പിന്നെ റെസ്റ്റ് എടുക്കണം എന്നൊരു രീതിയിലേക്ക് വരുവാണ്, ടയേർഡായി അങ്ങനെ തോന്നുമ്പോൾ ലക്ഷ്യം അതാണ്. നമ്മൾ ചെന്നിട്ട് നീ കുറച്ചു നേരം റെസ്റ്റ് എടുക്കൂ, മതി ചെയ്തത്, അങ്ങനെയല്ല. അവര് മാക്സിമം അവരുടെ എനർജി യൂസ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് ഈ ഒരു കോൺസെൻട്രേഷൻ ലെവല് പല രീതിയിലും കാണിക്കാനായിട്ട് പറ്റും.
1, 2, 3, 4, 5, 6 എന്ന് കോൺസെൻട്രേഷൻ ലെവലിനെ നിങ്ങൾക്ക് കാണാം. പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. അപ്പൊ കോൺസെൻട്രേഷൻ ലെവൽ 3, ഒരു കുട്ടിയുടെ കോൺസെൻട്രേഷൻ ലെവൽ 3-യിലാണെന്ന് പറയുന്നത് ഏത് സമയത്താണ്? കുട്ടി നല്ല ഡീപ്പ് കോൺസെൻട്രേഷനിലാണ്, ചുറ്റും നടക്കുന്നതൊന്നും അവനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല. അപ്പൊ അത് പീക്ക് ലെവലാണ് കോൺസെൻട്രേഷന്റെ ലെവൽ 3 എന്ന് പറയുന്നത്. നമ്മൾ അതിന് നെയിം ചെയ്തേക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെവൽ 3 അങ്ങനെയൊന്നും നെയിം ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു നെയിമിങ് കൊടുക്കാം. യു ഹാവ് ദ ഫ്രീഡം. നെക്സ്റ്റ് കോൺസെൻട്രേഷൻ ലെവൽ 2. ലെവൽ 2 എന്ന് പറയുന്നത് അവിടെയും കുട്ടി ഡീപ്പ് കോൺസെൻട്രേഷനിലാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ അടുത്തൊരു ഡിസ്ട്രാക്ഷൻ നടക്കുമ്പോൾ അവൻ ചുമ്മാ ഒന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കും. ഒരു ലൗഡ് ഭയങ്കര ഒരു ഒച്ച കേൾക്കുമ്പോൾ ആ ഭാഗത്തേക്ക് ഒന്ന് നോക്കും. പക്ഷെ ബാക്ക് ടു വർക്ക്. അതാണ് കോൺസെൻട്രേഷൻ ലെവൽ 2. ഇനി കോൺസെൻട്രേഷൻ ലെവൽ 1, ലെവൽ 3, ലെവൽ 2 എന്ന് പറയുമ്പോൾ ലെവൽ 3 വന്നിട്ട് പീക്കാന്ന് നമ്മൾ പറഞ്ഞു. ലെവൽ 2ഉം കോൺസെൻട്രേഷൻ ഡീപ്പ് തന്നെയാണ്. പക്ഷെ അത് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരുമ്പോൾ അങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കും. വേണമെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആരോടെങ്കിലും ചോദിക്കും എന്താ അവിടെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ വരും. പക്ഷെ എന്നാലും ഈസ് ബാക്ക് ടു വർക്ക്. ഓക്കെയാണ്. ആ കോൺസെൻട്രേഷനും നമുക്ക് ഓക്കെ ആയിട്ട് തോന്നും. ഓക്കെ, നെക്സ്റ്റ് superficial concentration and children are easily distracted. ഇത് നമുക്ക് സംഭവിക്കാറില്ല അല്ലേ? നമ്മൾ ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ളി നമ്മുടെ മൈൻഡ് അവിടെ ഉണ്ടാവില്ല. നമ്മൾ കെയർലെസ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നതും ശ്രദ്ധിക്കുന്നതും. ഓക്കെ, മേ ബി ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോഴുണ്ടാകാം. സംഭവം നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുമ്പോൾ ഫുള്ളി നമ്മളെ മുഴുവനായിട്ട് അവിടെ ഇരുത്താൻ നമുക്ക് പറ്റില്ല. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിക്കൊണ്ടിരിക്കും അല്ലെ? സൂപ്പർഫിഷ്യൽ എന്ന് പറഞ്ഞാൽ കെയർലെസ് ആയിട്ടുള്ള രീതിയിൽ ഇരിക്കുന്നത്, അവിടെ എവിടെയൊക്കെ ശ്രദ്ധിച്ച് ഇരിക്കുന്ന ആ രീതിയിലുള്ള ഒരു കോൺസെൻട്രേഷൻ. ഇങ്ങനെയുള്ള കുട്ടികൾ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആവും. അവർ പെട്ടെന്ന് തന്നെ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. നെക്സ്റ്റ്, അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവരെ നോർമലൈസേഷനിലേക്ക് കൊണ്ടുപോകണം. അത് അവര് ലെവൽ 3-ലോ ലെവൽ 2-ലോ ലെവൽ 3-ലോ എത്തിയാലും ഇറ്റ്സ് ഗുഡ്. ആ ഒരു രീതിയിൽ അവരെ കൊണ്ടുപോകണം. അപ്പോ ആ ഒരു ജേർണി ഒറ്റ ദിവസമോ 2 ദിവസം കൊണ്ടോ ഒന്നും നമുക്ക് ചിലപ്പോ പറ്റിയെന്ന് വരില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഫോർത്ത് ലെവലാണ്. അതായത് ലെവൽ 3 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 1 കഴിഞ്ഞു, 4th ക്യൂസെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വയറ്റ് ആയിട്ടിരിക്കുന്നത്. അത് ചിലപ്പോ ടെമ്പററി ആയിരിക്കും, കുറച്ചു നേരത്തേക്കായിരിക്കാം. അത് മിണ്ടാതിരിക്കുന്നു, പ്രത്യേകിച്ച് വലിയ വികാരമൊന്നും ഇല്ലാണ്ടിരിക്കുന്ന നമ്മൾ പറയില്ല, ഇങ്ങനെ തണുത്ത് മരവിച്ച് അങ്ങനെ ഒരു ഇരിക്കുന്ന പോലെ. ചൈൽഡ് ഈസ് നോട്ട് വർക്കിംഗ്, കുട്ടി വർക്ക് ചെയ്യുന്നില്ല. അതേസമയം ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഒരു ശല്യവും ഇല്ല, അങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കുന്നു. ക്യൂസെൻസ് മേ ബി ടെമ്പററി ആയിരിക്കാം, ചിലപ്പോൾ അന്നത്തെ ഒരു ദിവസം മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു കുറച്ചു നേരം കഴിയുമ്പോൾ ബാക്ക് ടു വർക്ക് ചെയ്യുമായിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കുട്ടികളെയാണ് നമ്മൾ ക്യൂസെൻസ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. സിറ്റിംഗ് സൈലന്റ്ലി, ഒരു ക്വയറ്റ്, അങ്ങനെ ഒരു ശാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അവനും ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ മറ്റുള്ളവരെ അവൻ ഉപദ്രവിക്കുന്നുമില്ല. ആ ഒരു അവസ്ഥ. ഡിസോർഡർ ലെവൽ 1. നെക്സ്റ്റ് വൺ ഡിസോർഡർ ലെവൽ 1. അത് കുട്ടി പോയി മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നു, മറ്റു കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ബട്ട് അത് ചിലപ്പോ ഓൾറെഡി പ്ലാൻഡ് അങ്ങനത്തെ ആ രീതിയിൽ അവനിട്ടൊന്ന് കൊടുക്കാം, ആ ഒരു രീതിയിലായിരിക്കും. അത് നമ്മുടെ ഡിസോർഡർ ലെവൽ 1-ൽ പോയി. എന്നുവെച്ചാൽ ഓൾറെഡി അങ്ങനത്തെ നേച്ചർ ആയിരിക്കാം ആ കുട്ടിക്ക്. അതിന് ഡിസോർഡർ ലെവൽ 1. ഇനി ലെവൽ 2, കുട്ടി മറ്റൊരു കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യുന്നു, പക്ഷെ അതിനെ ഡീവിയേറ്റഡ് ആയിട്ട്. ക്യൂസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ക്വയറ്റ്, ശാന്തമായിട്ടിരിക്കുക. ബട്ട് ഫോർ സം ടൈം, കുറച്ച് സമയത്തേക്ക് എന്നുള്ള രീതിയിലായിരിക്കും. നമ്മള് ഇത് പറയില്ലേ, ഈ അഗ്നിപർവ്വതങ്ങളൊക്കെ നമുക്കറിയാം, അത് എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ. കുറച്ച് സമയത്തേക്കായിരിക്കും അവരുടെ ശാന്തത അല്ലെ, അനങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കും. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം പോയിട്ട് അത് എറപ്ഷൻ നടക്കും അല്ലെ. അത് ഒരു എക്സാമ്പിൾ ആണ് വോൾക്കാനോ എന്ന് പറയുന്നത്. ഈ ക്യൂസെൻസിന് അപ്പൊ ആ ഒരു നിശബ്ദതയെ ബ്രേക്ക് ചെയ്തു. അതാണ് ചെയ്തത്. അപ്പൊ ഇത് ടെമ്പററി ആയിരിക്കും, കുറച്ച് സമയത്തേക്കൊക്കെ ആയിരിക്കും ആ ക്യൂസെൻസ് ഉള്ള അവസ്ഥയിൽ ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോ നമ്മൾ രാവിലെ ഒരു അനക്കം ഉണ്ടായില്ലല്ലോ, ഉച്ച കഴിഞ്ഞപ്പോഴേക്കും എന്ത് പറ്റി, എന്തെങ്കിലും എനർജി ഉണ്ടായോ, ബൂസ്റ്റ് കഴിച്ചോ എന്നൊക്കെ നമ്മൾ ചില കുട്ടികളോട് നമ്മൾ ചോദിക്കാറല്ലേ. എത്രയും നേരം അനങ്ങാണ്ടിരിക്കുമായിരുന്നു, പെട്ടെന്നാണ് ഇത് ആക്റ്റീവായെന്നൊക്കെ പറയില്ലേ ചില കുട്ടികളെ. അത് ആ സ്റ്റേറ്റ് ആണ് ക്യൂസെൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസോർഡർ ലെവൽ 1.
ഡിസോർഡർ ലെവൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ബട്ട് അതൊരു പ്രീ പ്ലാൻഡ് ഒന്നുമല്ല, പക്ഷെ അവരങ്ങ് പോയിട്ട് അങ്ങ് ഡിസ്റ്റർബ് ചെയ്യുവാണ്. സെക്കൻഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്നു, ബട്ട് അവരെ ഡീവിയേറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്തില്ല. കാരണം അത് ഡീവിയേറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തതിന് കാരണം എവറി ഡേ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. വൺസിനെ വൈൽ ചെയ്തതുകൊണ്ട് അവരെ ലെവൽ 2 പെടുത്തിയതായിരിക്കാം. ചിലപ്പോൾ ഇന്നലെ വരെയും നോർമലൈസ്ഡ് ആയിരുന്നു, ആക്റ്റീവായി ചെയ്തുകൊണ്ടിരുന്നു. ഇന്നെന്തോ ഒരു മേ ബി ഒരു കോൾഡ് വരുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവില്ലേ നമ്മൾ നോർമലി ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ കുറച്ചൊന്നും ഇൻഡിഫറെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യില്ലേ? നമുക്ക് ഭയങ്കരമായിട്ട് റണ്ണിങ് നോസും സ്നീസിങ്ങും തുമ്മലും കോൾഡും ഒക്കെ ആകുമ്പോൾ നമ്മളൊന്ന് ഡിസോർഡർ ആവല്ലേ? അതേപോലത്തെ ലെവലാണ് ഡിസോർഡർ ലെവൽ 2. കുട്ടിക്ക് എന്തെങ്കിലും ഒരു സ്റ്റൊമക്ക് അപ്സെറ്റ് വന്നാൽ മതി, വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവും കുട്ടികൾ അല്ലെ? അത് കുഞ്ഞു ബേബീസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് ഭയങ്കര വേദന വരുമ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു കാരണം കൊണ്ട് ഒരു ഡിസ്റ്റർബൻസ് വരുന്നു. അതുകൊണ്ടാണ് അതിനെ ഡീവിയേറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്. അപ്പൊ നിങ്ങൾക്ക് ഈ 6 രീതിയിൽ തന്നെ ഒബ്സർവ് ചെയ്തിട്ട് എഴുതണം എന്നില്ല, ഇതേ തന്നെ ഫോമാറ്റ് ഫോളോ ചെയ്യണമെന്നില്ല. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം. അതായത് ഇപ്പോ 1 അവർ കുട്ടി നല്ല ആക്റ്റീവ് ആയിരുന്നു, 1 അവർ കഴിഞ്ഞപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയി, അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ അതൊരു ഡിസോർഡർ ലെവൽ തന്നെയാണ്, പക്ഷെ നമ്മൾ ഡീവിയേറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. എന്തോ ഒന്ന് ട്രിഗർ ചെയ്തു കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട്, അങ്ങനെ ആ രീതിയിൽ തന്നെ അത് പോകണം. ഇതാണ് വർക്ക് സൈക്കിളിന്റെ ഫോർമാറ്റ് ആണത്. അപ്പൊ നമ്മൾക്ക് ഇതുപോലെ വർക്ക് സൈക്കിൾ ചാർട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഓരോ കുട്ടിക്കും ഓരോ വർക്ക് സൈക്കിൾ ചാർട്ട് കൊടുക്കാം. എന്നിട്ട് കുട്ടിയുടെ പേര്, ഏജ് അങ്ങനെയൊക്കെ എഴുതി ഇത് നമ്മളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അപ്പൊ ആ കുട്ടി ചിലപ്പോൾ മേ ബി ഈ ഒരാഴ്ച മുഴുവനും അത് ഈ ഒരു കുട്ടി തന്നെ ഇത് എല്ലാത്തിലും കൂടെ പോകാനുള്ള ചാൻസസ് ഉണ്ടല്ലേ? കോൺസെൻട്രേഷൻ ലെവൽ 3 ചിലപ്പോൾ മേ ബി വീക്കില് 2 days ഈ ഒരു ലെവൽ 3 വന്നു. അത് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ലെവൽ 1 പോകാം, അല്ലെങ്കിൽ ക്യൂ സെൻസിലേക്ക് പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിസോർഡറിലേക്ക് പോകാം. ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ടാക്കി ചാർട്ട് മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. പ്ലീസ് റീഡ്. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റില് ചോദിക്കുന്ന ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റില് കുട്ടികൾക്ക് എന്തെല്ലാം പോസിറ്റീവ് ഫാക്ടേഴ്സിലൂടെ കുട്ടികൾ കടന്നു പോകുന്നു. ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡം എങ്ങനെയാണ്? വിത്തിൻ ദ ലിമിറ്റ്സ്. ഫ്രീഡം എന്നുള്ളത് കൊണ്ട് എന്താണ് ശരിക്കും അവിടെ? വി ലൈക്ക് വാട്ട് വി ഡു. ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ ചെയ്യുന്നതിനെ. അല്ലാണ്ട് ഇഷ്ടപ്പെടുന്നതിനെ എല്ലാത്തിനെയും അങ്ങ് പോയി ചെയ്യുന്നു എന്നല്ല. അതല്ല ഫ്രീഡം. ഞങ്ങൾ ചെയ്യുന്നതിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ശ്രദ്ധിക്കണം. പിന്നെ മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ പ്രത്യേകത എന്ത്? നേച്ചറും റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. മോണ്ടിസോറി എൻവയോൺമെന്റിലെ രീതി എന്താണ്? റിയാലിറ്റി ഓറിയന്റഡ് ആണ്. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് ഏറ്റവും വേണ്ടുന്ന ഒരു ക്വാളിറ്റി ഒബ്സർവേഷൻ. മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ കുട്ടികൾക്ക് എന്തെല്ലാം പ്രൊവൈഡ് ചെയ്യണം? വാം, ലവ്, കെയറിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യണം അല്ലെ? മോണ്ടിസോറി എൻവയോൺമെന്റിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ഫണ്ടമെന്റൽ ലെസൺസ് ഉദ്ദേശിക്കുന്നത് കുട്ടിക്ക് കൊടുക്കുന്ന ഡെമോ ആണ്. ആ ഫണ്ടമെന്റൽ ലെസൺസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. സിംപ്ലിസിറ്റി, ബ്രിവിറ്റി. വോയിസ് ക്ലിയർ അല്ല? വീണ്ടും പോയോ? ക്ലിയർ ആണ്. നമുക്കൊന്നും പ്രശ്നമില്ല മിസ്. പലയിടത്തും കാറ്റും മഴയൊക്കെ ഉള്ളതിന്റെ നെറ്റ്വർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. എനിക്ക് കുറച്ചു മുമ്പ് എന്റെ കണക്ഷൻ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അത് കുറെ ടൈം യൂസ് ചെയ്യുമ്പോൾ ഈ വൈഫൈക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, എന്താന്നറിയില്ല. അപ്പോ ആ ഫണ്ടമെന്റൽ ലെസൺ ഉദ്ദേശിക്കുന്നത് ഒരു മെറ്റീരിയൽ കുട്ടിക്ക് നമ്മൾ പ്രസന്റ് ചെയ്ത് കൊടുക്കുന്ന ആ ലെസണിനാട്ടോ ഫണ്ടമെന്റൽ ലെസൺ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കുട്ടിക്ക് അതിന്റെ ഡെമോ കാണിച്ചു കൊടുക്കുന്നത്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിസിറ്റി, ബ്രിവിറ്റി, ഒബ്ജക്ടിവിറ്റി. 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. കാര്യം വളരെ സിമ്പിളായി ബ്രീഫായി അതെന്തിനെ കുറിച്ചാണോ അത് കുട്ടിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുക. അതാണ് ആ 3 ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഒബ്സർവേഷന്റെ കാര്യം പറഞ്ഞു. പിന്നെ കുട്ടിയുടെ ഡെവലപ്മെന്റും പ്രോഗ്രസ്സും നമ്മൾ അതായത് ഇന്ററപ്റ്റ് ചെയ്യുമ്പോഴേക്കും അവരുടെ നാച്ചുറൽ ആയിട്ട് വരുന്ന ആ പൊട്ടൻഷ്യൽ അതങ്ങ് സ്റ്റോപ്പ് ആയിപ്പോ, അറസ്റ്റ് ആയിപ്പോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്. പിന്നെ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ഫ്രൂട്ടായിട്ട് വരുന്ന ഫ്രൂട്ട്സ് ഓഫ് ലിബർട്ടി എന്നറിയപ്പെടുന്ന എന്താണ്? സെൽഫ് ഡിസിപ്ലിൻ. നമ്മളൊരു കൊച്ചിന് ഫ്രീഡം കൊടുക്കുമ്പോൾ അവന് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ ഒരു ആക്ടിവിറ്റി ചെയ്യുവാണ്. അപ്പൊ അത് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. ആ ലിമിറ്റ്സിനുള്ളിൽ ഫ്രീഡം കൊടുക്കുമ്പോൾ കുട്ടികൾ താനെ ജനറേറ്റ് ചെയ്യുന്നതാണ് സെൽഫ് ഡിസിപ്ലിൻ. അതേസമയം നമ്മൾ അത്
പിടിച്ചു പറിച്ചെടുക്കുക, ഇനി മതി ചെയ്യണ്ടെന്നും പറഞ്ഞ് പിടിച്ചു പറിച്ചെടുക്കുമ്പോ കുട്ടി വാശി പിടിച്ച് കരയൂലേ? അവിടെ മുഴുവനും ഭയങ്കര ബഹളായിരിക്കും. അപ്പൊ ഡിസിപ്ലിൻ എന്നുള്ളത് ബ്രേക്കായി. അതേസമയം നമ്മളിപ്പോ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ നമ്മൾ പറയില്ലേ, എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം കളിച്ചോളൂ, എന്നിട്ട് വന്ന് കുളിക്കണം കേട്ടോ. അവരത് കേൾക്കും. അവര് കളിച്ച് എത്ര ടൈം കഴിയുമ്പോൾ നമ്മൾ പോയി വിളിക്കുമ്പോഴേക്കും അവര് ഓക്കെ ആയിരിക്കും വരാൻ. അതിന് ചിലപ്പോൾ ചോദിക്കുന്നത് നമ്മളോട് ഒരു റിക്വസ്റ്റ് ചെയ്യും, 5 മിനിറ്റ് കൂടി, അല്ലെ? അതല്ലാതെ നമ്മൾ പിടിച്ചു വലിച്ചു കൊണ്ടുവരുമ്പോഴും ഇങ്ങനത്തെ രീതിയിൽ അവരെയോട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് വ്യത്യാസമാണ്. സോ ദാറ്റ് ഈസ് സെൽഫ് ഡിസിപ്ലിൻ ആണ് അവിടെ റിസൾട്ട് ആവുന്നത്. ദാറ്റ് ഈസ് എ ഫ്രൂട്ട്. നമ്മൾ ഫ്രീഡം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ട്, അതിന്റെ റിസൾട്ട് ആണ് സെൽഫ് ഡിസിപ്ലിൻ. സ്പോണ്ടേനിയസ് ആയിട്ടാണ് അത് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നത്. നമ്മൾ അടിച്ചോ വഴക്ക് പറഞ്ഞോ ഒന്നുമല്ല, അവരിലെ ഡിസിപ്ലിൻ, അച്ചടക്കം, ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. നിങ്ങളിത് വായിക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് വരും. ബട്ട് നോക്കുക, പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക. ക്വസ്റ്റ്യൻസ് ഞാൻ ഉള്ളതിൽ നിന്ന് കുറച്ചുകൂടെ തരാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ, സോ നമ്മളെ 10th ലെസണിലേക്ക് പോവാം. മോണ്ടിസോറി ടേംസ്. Okay, miss. 4 ടേംസ് മാത്രമേ ഉള്ളൂ. ആ ടേം എന്താണെന്നും അത് തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നല്ല കാറ്റ് മഴ. യൂണിറ്റ് 10 ഫസ്റ്റ് വേർഡ് അത് വായിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ പലതവണയും പറഞ്ഞിട്ടുണ്ടല്ലേ. എന്താണ് അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്? മോണ്ടിസോറി ടേമില് അല്ലെങ്കിൽ മോണ്ടിസോറി എൻവയോൺമെന്റില് ഉള്ള ഒരു ഫാക്ടറാണ് അഡാപ്ഷൻ എന്ന് പറയുന്നത്. അഡാപ്റ്റേഷൻ, പൊരുത്തപ്പെടുക. ഇതിനൊരു എക്സാക്ട് മലയാളം വേർഡ് ഞാൻ നോക്കിയിട്ട് അതേ കണ്ടുള്ളൂ, പൊരുത്തപ്പെടുക. അഡ്ജസ്റ്റ് ചെയ്യുക, കോംപ്രമൈസ് ചെയ്യാന്നൊന്നും അതിന്റെ ഒരു മീനിങ്, നിങ്ങൾ മീനിങ് നോക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് കാണും ഡിക്ഷണറിയിലൊക്കെ നോക്കുമ്പോൾ. ബട്ട് അതിനേക്കാൾ നല്ലത് അഡ്ജസ്റ്റ്മെന്റ്. മോണ്ടിസോറി എൻവയോൺമെന്റിലെ അഡാപ്ഷൻ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈക്ക്, നമ്മൾ ഇഷ്ടത്തോടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു നൈറ്റ് ക്ലാസ്സിന് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. ഓക്കെ, നിങ്ങൾ എല്ലാവരും റെഡിയാണ്. ആരും എന്നോട് നോ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളുടെ പേഴ്സണൽ ടൈം ആണെന്നൊന്നും ആരും പറഞ്ഞില്ല. സോ യു പീപ്പിൾ അഡാപ്റ്റഡ് വിത്ത് ദാറ്റ്, അല്ലെ? നിങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു, നിങ്ങൾ റെഡിയാണ് വരാൻ. കമ്പൈൻ ക്ലാസ് 6 ഉം 7 ഉം, അതായത് വേറൊരാളുടെ സ്പേസിലേക്ക് വേറെ കുറച്ച് പേരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു, അല്ലെ? അവിടെ നിങ്ങൾ അഡാപ്റ്റഡ് ആയി, നിങ്ങൾക്ക് അതൊരു പ്രശ്നമില്ലായിരുന്നു. സോ നമ്മൾ ഇഷ്ടത്തോടെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകും. അതാണ് ഞാൻ കൊടുത്ത ഒരു ഡെഫിനേഷൻ ആണ് കേട്ടോ, അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈക്ക്. പൊരുത്തപ്പെടുക. നമ്മുടെ ഒരു റിലീജിയസ് ബിലീഫില് മാരേജ് നടക്കുന്ന സമയത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുന്നവരോട് പറയുന്നുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കണം. കേട്ടിട്ടുണ്ടോ? ഒരു സൈഡിലുള്ളവര് മാത്രം കോംപ്രമൈസ് ചെയ്യാന്നുള്ളതല്ല, രണ്ടുപേരും ഇഷ്ടത്തോടു കൂടി മറ്റേയാളുടെ ഇഷ്ടങ്ങളെ റെസ്പെക്ട് ചെയ്ത് മറ്റേയാളുടെ ഫീലിങ്സ് റെസ്പെക്ട് ചെയ്ത് രണ്ടുപേരും തമ്മിൽ അഡാപ്റ്റഡ് ആകുന്നു, പൊരുത്തപ്പെടുന്നു. കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇഷ്ടത്തോടെ ചെയ്യുന്ന ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ് അഡാപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മറിയം മോണ്ടിസോറി പറയുന്നത് ഏതൊരു ഇൻഡിവിജ്വലിനും ഈ ഒരു റെസ്പോൺസ് ഉണ്ടായിരിക്കണം. ഈ അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ സെയിം മീനിങ് തന്നെയാണ്. അപ്പൊ അതെന്ന് പറഞ്ഞൊരു പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ചില സിറ്റുവേഷനിൽ അഡാപ്റ്റഡ് ആകാൻ. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ പെട്ടെന്ന് കഴിയും അഡൾട്ടിനേക്കാൾ. അത് ചെറുപ്പം തുടങ്ങി അവര് വരുന്ന കണ്ടീഷൻസിനനുസരിച്ച്, അതായത് ചില കുട്ടികൾ കാണാം ഇങ്ങനെ വെള്ളം ഏത് ബോട്ടിലിൽ ഒഴിക്കുന്നു ആ ബോട്ടിലിന്റെ ഷേപ്പ് ആയിരിക്കും എന്ന് പറയില്ലേ, അതുപോലെ ഏതൊരു സിറ്റുവേഷനുമായിട്ട് അവര് പെട്ടെന്ന് അഡ്ജസ്റ്റഡ് ആകും. ആ കുഞ്ഞിലെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് അഡാപ്റ്റേഷൻ അവരിൽ നടക്കുവാണെങ്കിൽ വലുതാവുമ്പോഴും അഡൾട്ട് ആവുമ്പോഴും അവർക്ക് ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കൂ, മിക്കവാറും +2 ഒക്കെ കഴിയുമ്പോൾ കുട്ടികൾ പഠിക്കാൻ പോകുന്നത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അവർ നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ജോലി കിട്ടിപ്പോകുന്നു, ദേ ഹാവ് ടു അഡ്ജസ്റ്റ്. ഒരു മാരേജ് കഴിഞ്ഞ പെൺകുട്ടികൾ പൊതുവെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകുന്നു, ദേ ഹാവ് ടു അഡ്ജസ്റ്റ് മെനി തിങ്സ്. പിന്നെ അത് ആ വീട്ടിലുള്ളവരുടെ ഒരു നന്മയാണ്, വരുന്ന കുട്ടിക്ക് അനുസരിച്ച് അവരും അഡ്ജസ്റ്റ് ചെയ്യുന്നത്.
അങ്ങനെയാകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതേസമയം പല രീതിയിലുള്ള കൾച്ചർ ഡിഫറൻസ് വരും. ഇനി അതല്ല, നമ്മളിപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ട്രാൻസ്ഫർ കിട്ടുന്നു വേറെ ദൂരെ ഒരു സ്ഥലത്തേക്ക്, നമ്മൾ അഡ്ജസ്റ്റഡ് ആയേ പറ്റൂ, അല്ലെ? ജോബാണ്, നമുക്ക് വേണ്ടതാണ്, അപ്പൊ നമ്മൾ അഡ്ജസ്റ്റഡ് ആകും. ഓക്കെ, അങ്ങനെ. അപ്പൊ അതാണ് അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു എൻവിയോൺമെന്റുമായിട്ട് കോമ്പാറ്റബിൾ ആകുന്നു, അതാണ് ആ മീനിങ്. ആ ഒരു കോമ്പാറ്റബിൾ ആകും. അഡാപ്റ്റഡ് പേഴ്സൺ ഇതുപോലെ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കും. കൺജീനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പാറ്റബിൾ, സൂട്ടബിൾ, അങ്ങനെ ഒരു മീനിങ് ആണ്. അത് കുട്ടികളെ ചെറുപ്പം തുടങ്ങി ആകുമ്പോൾ ഡെവലപ്മെന്റിലേക്ക് പോകുന്തോറും ഇവരെ പോസിറ്റീവ് ആയിട്ടായിരിക്കും അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഇങ്ങനെ കാര്യമായിട്ട് പറയേണ്ട കാര്യമില്ല, കാരണം ഒരു പാർട്ട് 2 മുഴുവൻ, പാർട്ട് 2ന്റെ പകുതി നിങ്ങൾ ഡെവലപ്മെന്റ് ആയിട്ട് പഠിച്ചിട്ട് ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന പല ഡെവലപ്മെന്റ് സ്റ്റേജസ് പഠിച്ചു. മറിയ മോണ്ടിസോറി ഡെവലപ്മെന്റ് ആ ഗ്രോത്ത് സ്റ്റേജിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തത് നമ്മൾ പഠിച്ചു, അല്ലെ? 4 പീരീഡ്സ് ആക്കി. 2 സ്റ്റേജ് ആയിരുന്നു, 2 സ്റ്റേജിനെ അഗെയിൻ 4 പീരീഡ്സ് അല്ലെങ്കിൽ 4 ഫോർമേറ്റീവ് പ്ലെയിൻസ്. ആ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. മറിയ മോണ്ടിസോറി ഒരു കുട്ടിയുടെ ആ ഒരു ഡെവലപ്മെന്റിനെ എത്ര സ്റ്റേജ് ആക്കി? ആൻസർ 2. എത്ര പീരീഡ് ആക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 4. എത്ര ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 4. ഫോർമേറ്റീവ് പ്ലെയിൻസ് അല്ലെങ്കിൽ പീരീഡ് ആക്കി എന്നുള്ള രീതിയിലാണ് നമുക്കറിയാം. അത് ചൈൽഡ്ഹുഡ്, അഡൽട്ട്ഹുഡ് എന്ന് പറഞ്ഞ 2 പീരീഡ് ആക്കി, മീൻസ് 2 സ്റ്റേജ് ആക്കി. ആ 2 സ്റ്റേജിനെ വീണ്ടും അവരുടെ ഏജ് അനുസരിച്ച് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് 4 പീരീഡ് ആക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ഡെവലപ്മെന്റ് നമ്മൾ കുറെ കണ്ടിരുന്നു, അല്ലെ? ഓരോ ലാംഗ്വേജില് ഫിസിക്കൽ ഡെവലപ്മെന്റ്, പിന്നെ ഇമോഷണൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, കോഗ്നേറ്റീവ്, ഇന്റലക്ച്വൽ പരമായിട്ടുള്ള ഡെവലപ്മെന്റ്, അങ്ങനെ ഓരോ ഡെവലപ്മെന്റും നമ്മൾ കണ്ടു. ഓക്കെ, ഓരോ ആളുകളെയും പലപ്പോഴും ഇന്നർ അർജ് ഉണ്ട്, അല്ലെ? ഉള്ളിൽ എന്തോ ഒരു, നമ്മൾ പറയില്ലേ, നമ്മുടെ ഉള്ളിൽ ഇരുന്നൊരു ശക്തി നമ്മളെ അത് ഇത് ചെയ്യുന്ന പറയുന്ന യെസ്, എവറിബഡി ഹാസ് ദാറ്റ് പൊട്ടന്റ് ഫോഴ്സ്. എല്ലാവരുടെയും ഉള്ളിലും ആ ഒരു ഫോഴ്സ് ഉണ്ട്. ഈ ഫോഴ്സിനെ ഫിലോസഫർ ബർഗ്സൺ വിളിച്ചത് എലാൻ വിറ്റൽ എന്നാണ് വിളിച്ചിരുന്നത്. എലാൻ വിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രഞ്ച് ടേമാണ്. ഒരു വൈറ്റൽ ഫോഴ്സ്, ലൈഫ് ഇമ്പൾസ്. നമ്മളെ ഇരുന്നുകൊണ്ട് ആരോ തള്ളിവിട്, അത് ചെയ്യുക, അത് ചെയ്യുക, അത് ചെയ്യുക. അത് നിങ്ങൾ ഈ കോഴ്സിന് ചേരാനായിട്ട് വന്നപ്പോ ഇറ്റ്സ് ലൈക്ക് നമ്മളെ ആരോ ഇതിന് ജോയിൻ ചെയ്യുക. നമ്മൾ അതിന്റെ ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ കേട്ടു. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയും യെസ് ദിസ് ഇസ് ഗുഡ്, ജോയിൻ ചെയ്യും. അല്ലെങ്കിൽ പറയുന്നു വേണ്ട, ഇത് നമുക്ക് വേണ്ട. അങ്ങനെ എന്തോ നമ്മുടെ ഉള്ളിലിരുന്നു പറയുന്നു എന്ന് നമ്മൾ എപ്പോഴും പറയാറില്ലേ? എന്തോ ഒരു ഫോഴ്സ്, എന്തോ ഒരു ഇമ്പൾസ്. അതാണ് സ്പിരിച്വാലിറ്റി ശരിക്കും പറയണത്. നമ്മള് എന്തോ ഒരു ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് കൺട്രോളിങ് ഓൾ ഓഫ് us എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. അതിപ്പോ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ശരി, വിശ്വാസം ഇല്ലാത്തവരാണെങ്കിലും പറയുന്ന ഒരു കോമൺ കാര്യമാണ് സം ഫോഴ്സ് ഈസ് കൺട്രോളിങ് us. അതുകൊണ്ടാണ് സൂര്യൻ വരുന്നത്, വൈകുന്നേരം അസ്തമിക്കുന്നത്, മഴ വരുന്നു, വെയിൽ വരുന്നു. സംതിങ് ഈസ് ദെയർ. നമ്മൾ നടക്കുന്നു, നമ്മൾ രാവിലെ എണീക്കുന്നു, ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് സം ഫോഴ്സസ് കൺട്രോളിങ് നമ്മൾ പറയില്ല. സോ ദാറ്റ് വൈറ്റൽ ഫോഴ്സസ് ഇൻസൈഡ് us എന്നുള്ള രീതിയിൽ ആ ഒരു ഇലാൻ വിറ്റൽ എന്ന് പറയുന്നത് അതൊരു വൈറ്റൽ ഫോഴ്സ് ആണ്. മറിയ മോണ്ടിസോറി പെർസി നൻ എന്നുള്ള ആളിൽ നിന്നും ഈ ഫോഴ്സിനെ മറിയ മോണ്ടിസോറി പറഞ്ഞത് ഹോം എന്നായിരുന്നു. HORME. ഹോർമോൺസ് എന്നൊക്കെ നമ്മൾ സാധാരണ സയന്റിഫിക് ആയിട്ട് പറയുന്ന പോലെ മോണ്ടിസോറി യൂസ് ചെയ്തൊരു വേർഡാണ് ഹോം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഒപ്യു, ലൈഫ് എന്ന മീനിങ് ഉള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ ഒരു ഹോം മറിയ മോണ്ടിസോറി കടമെടുത്തിട്ടുള്ളത്. ഓക്കെ, ഹോം എന്ന് പറയുന്നത് ഹോമിന്റെ കൂടെ നീമി എന്നും പറയുന്നുണ്ട്. നീമി അങ്ങനെ ഒരു ഫോഴ്സും കൂടിയുണ്ട്. അത് മെമ്മറിയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ അതിനെ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ഞാൻ പറയാം. നാളെ എനിക്കിപ്പോ 12 മണിക്ക് ഞാനൊരു കാര്യം ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ സാധാരണ റിമൈൻഡർ ആയിട്ട് നമ്മുടെ മറന്നുപോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റിമൈൻഡർ നമ്മുടെ മൊബൈലിലോ എവിടെയെങ്കിലും നമ്മളൊരു റിമൈൻഡർ സെറ്റ് ചെയ്യൂ, അല്ലെ? അപ്പൊ അതിങ്ങനെ വന്ന് ആ ടൈം ആവുമ്പോൾ നമ്മളെ ഓർമ്മപ്പെടുത്താവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ടോൺ ആയിരിക്കും. അപ്പൊ നമ്മൾ ഓർക്കും യെസ് ഐ ഹാവ് ടു ഡു ദാറ്റ്. അത് തന്നെയാണ് ഹോമും നീമിയും ഇവിടെ വരുന്നത്. അപ്പൊ നീമി എന്ന് പറയുന്ന ആ ഒരു മെമ്മറി, അതും ഹോമും കണക്റ്റഡാ. നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ആ ഒരു ഫോഴ്സിനെ നീ ഇത് ചെയ്യണം എന്ന രീതിയിൽ നീമിയാണ് ഹോമിനെ ഓർമ്മപ്പെടുത്തുന്നത്. അതിങ്ങനെ ഉള്ളിൽ കിടക്കുക ആ ഫോഴ്സ്, പക്ഷെ എപ്പോ അത് ആക്ട് ചെയ്യണം അത് ആ ഓർമ്മപ്പെടുത്തലുമായിട്ട് വരുന്നത് ഈ.
ഓക്കെ, അതിനി വരുന്നുണ്ട്. ഹോം ഈ നമുക്ക് ഇനി പറയാം. അതിനു മുമ്പ് എഡ്യൂക്കേഷൻ എന്നൊരു ടേമും കൂടെ വരാം. അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി, എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സിലബസിനെ റിലേറ്റ് ചെയ്തിട്ടോ ഏതെങ്കിലും ഒരു ബുക്കിനെ ഫോക്കസ് ചെയ്തിട്ടോ ഒന്നുമല്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വൺസ് സെൽഫിനെ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് യൂണിറ്റിൽ നിങ്ങൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നുള്ള ചാപ്റ്ററിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞു നമുക്ക് അവയർനെസ് കിട്ടുന്നതാണ് അല്ലെ, ഹെൽത്തിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചും അസുഖങ്ങളെ കുറിച്ചും, അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അസുഖങ്ങൾ വന്നാൽ എന്തെല്ലാം റെമഡികൾ എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ കിട്ടും. എനിക്ക് ഈ അവയർനെസ് കിട്ടി, ഞാൻ അതിനെപ്പറ്റി അവെയറായി എന്നുള്ളതല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. കിട്ടിയ അവയർനെസ്സിനെ ഞാൻ എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് ഹെൽത്ത് ഉണ്ടാകുന്നത് അല്ലെ. ഞാൻ ഈ അവയർനെസ് ഒക്കെ കിട്ടി, പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഒന്നും ബോധർ ചെയ്യുന്നില്ല, അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നില്ലെങ്കിൽ എന്റെ ഹെൽത്ത് മോശമാവും. അവയർനെസ് ഒക്കെ കിട്ടി, പക്ഷെ ഞാൻ അത് ഫോളോ ചെയ്യുന്നില്ല. നമ്മളത് നമ്മുടെ ലൈഫിലേക്ക്, നമുക്ക് കിട്ടിയ അവയർനെസ്സിനെ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ ഹെൽത്തി ആകുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് എഡ്യൂക്കേഷൻ. നമ്മൾ എന്തിനെ കുറിച്ചുള്ള അവയർനെസ് ആണ് നമുക്ക് കിട്ടുന്നത്, അത് നമ്മൾ നോളജ് ആക്കി വെക്കുന്നു, അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, വീണ്ടും നമ്മൾ അത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നു, മനസ്സിലാക്കുന്നു, അത് നമ്മൾ നോളജ് ആക്കി വെക്കുന്നു. ആ നോളജ് നമ്മൾ നമ്മളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നു, നമുക്ക് ചുറ്റുമുള്ള ആളുകളിലേക്ക് പകർന്നു കൊടുക്കുന്നു. അപ്പോഴാണ് എഡ്യൂക്കേഷൻ പൂർണ്ണമാകുന്നത്. ഞാൻ പറഞ്ഞു, ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് വേണ്ടത്. തിമാറ്റിക് ലേണിംഗ്. ഡീഫോറസ്റ്റേഷനെ കുറിച്ച് നമ്മൾ വലിയ എസ്സേ എഴുതി, പക്ഷേ എസ്സേ എഴുതി പ്രൈസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുക, എങ്ങനെ ഞാൻ ട്രീസിനെ സേവ് ചെയ്യും, അതിൽ എന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, ഞാൻ മരങ്ങൾ വച്ചു പിടിപ്പിക്കാൻ അല്ലെങ്കിൽ മരങ്ങളെ സംരക്ഷിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആവുന്നത്. അല്ലാതെ ആവുമ്പോൾ അത് സബ്ജക്ട് സ്റ്റഡിങ് ആണ്. ഒരു സബ്ജക്ട് പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങുന്നതോടെ അത് തീരും സബ്ജക്ട് സ്റ്റഡി. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആകുമ്പോൾ നമ്മൾ അത് നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യും. ഓക്കെ, അതാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൺ സെൽഫ്, നമ്മളുടെ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി, എഡ്യൂക്കേഷൻ കറസ്പോണ്ട്സ് ടു ദി ഇൻഡിവിജ്വൽ, നോട്ട് സിലബസ്, നോട്ട് എനി സബ്ജക്ട്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻഡിവിജ്വലിനെയാണ് അത് കണക്ട് ചെയ്യുന്നത്. ഇൻഡിവിജ്വലിന്റെ നീഡ്സ് എന്താണ്, ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റ് വേണ്ടുന്ന നീഡ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, അതാണ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് മറിയ മോണ്ടിസോറി ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ഹോം, നീനി, നെബുലെ, ഈ മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ മൂന്നും നിങ്ങൾക്ക് കറക്റ്റ് കണക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ അത് മനസ്സിലാവും. ഹോം എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആണ്, നമ്മുടെ ഉള്ളിലുള്ള ഒരു ലീഡിങ് ഫോഴ്സ് ആണ്, നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ശരിക്കും ഹോം എന്ന് പറയുന്നത്. ഇനി ആ ഗൈഡ് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് തന്നെയാണ്. അത് എല്ലാവരുടെയും ഉള്ളിൽ ആ ഫോഴ്സ് ഉണ്ട്. ഒരു കുട്ടി ആയിരിക്കുമ്പോഴേ ഈ ഫോഴ്സ് ഉണ്ട്. കുട്ടിക്ക് എന്താ, ചുറ്റും നടക്കുന്നിടത്ത് എല്ലാം കാണണം, എക്സ്പ്ലോർ ചെയ്യണം. അവന്റെ ചുറ്റും കാണുന്ന വേൾഡ്, അതിൽ കാണുന്നതിനെ പറ്റിയൊക്കെ അവന് മനസ്സിലാക്കണം. നമ്മളോട് വൈ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ലേ, എന്താണിത്, അതെല്ലാം ഇവൻ എന്താ ഇതെന്താ അങ്ങനെ ആവാത്തെ, അത് അങ്ങനെ ആയാൽ എങ്ങനെ ശരിയാകും, അങ്ങനെയൊക്കെ കുറെ വൈ ക്വസ്റ്റ്യൻസ്, വാട്ട്, വൈ, ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻസ് അവൻ ചോദിക്കില്ലേ. അത് ഈ ഫോഴ്സ് ആണ്, അവൻ ആ ഇമ്പൾസ് ആണ് വരുന്നത്. ഓക്കെ, അവൻ ഇതെല്ലാം അറിയാനുള്ള ക്യൂരിയോസിറ്റി. അപ്പൊ അതിന് അവന്റെ ആ നീഡ്സ്, അതിനനുസരിച്ച് അവനൊരു റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ അത് അവന്റെ ഡെവലപ്മെന്റിനാണ് ഏറ്റവും ഹെൽപ്ഫുൾ ആകുന്നത്. അവന്റെ ഡെവലപ്മെന്റ്, അവൻ ലേൺ ചെയ്യാൻ, പഠിക്കാൻ ആഗ്രഹിക്കും, അവൻ കൂടുതൽ ഡെവലപ്പ് ആകാൻ തുടങ്ങും. അതായത് നമ്മുടെ ഉള്ളിൽ ഒരു എൻജിൻ ഫിറ്റ് ചെയ്തിട്ട് നമ്മളെ വർക്ക് ചെയ്യിപ്പിക്കുന്ന പോലെയാണ് ഹോം. ഓക്കെ, അല്ലെങ്കിൽ ഹോർമോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഹോം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന എന്തോ ഒരു ഫോഴ്സ്, നമുക്ക് എന്തെങ്കിലും പഠിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനോ. നമ്മൾ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു വിൽ പവർ എന്നൊക്കെ പറയാം. നമ്മൾ അറിയണില്ല ആ ഫോഴ്സിനെ കുറിച്ച്, ബട്ട് സംഭവം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആ ഫോഴ്സ് കൊണ്ടാണ്. നമ്മളിപ്പോ ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമ്മൾ പോകുന്നു അല്ലെ, നമ്മൾ അവിടേക്ക് നടക്കുക. സോ സം ഫോഴ്സ് ഇസ് ഗൈഡിങ് അസ്, നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പോലെ അല്ലെ. ആ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു വിൽ പവർ ആണ് ശരിക്കും ഹോം എന്ന് പറയുന്നത്. മറിയ മോണ്ടിസോറി ഈ ഹോമിനെ ഒരു വൈറ്റൽ ഫോഴ്സ് ആയിട്ടാണ് പറഞ്ഞത്. അതായത് ലൈഫ് ഇമ്പൾസ്,
നല്ല ജീവൻ, നമ്മൾ ആക്റ്റീവ് ആകാനുള്ള ഒരു ഇമ്പൾസ്, അതാണ് ഹോം എന്നുള്ളത് കൊണ്ട് മറിയ മോണ്ടിസോറി പറഞ്ഞത്. ഈ വൈറ്റൽ ഫോഴ്സ് ആണ് കുട്ടിയെ ഗൈഡ് ചെയ്യുന്നത്, മാക്സിമം എഫേർട്സ് എടുത്ത് ഹെൽപ്പ് ചെയ്യുന്നത് അവന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ, അവന്റെ മുന്നിൽ വരുന്ന ഒബ്സ്റ്റക്കിൾസിനെ എല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്. അതാണ് ഹോം ചെയ്യുന്നത്. അപ്പൊ ഹോമിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയോ? അതൊരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇന്റലിജൻസ്, വിൽ പവർ ആണ്. നമ്മൾ അറിയുന്നില്ല, നമ്മൾ പറയില്ലേ ആരോ ഇരുന്നിട്ട് ഉള്ളിലിരുന്ന് പറയണം അത് ചെയ്യുക അത് ചെയ്യും. ദാറ്റ് ഈസ് ദിസ് ഇമ്പൾസ്. ഈ വൈറ്റൽ ഫോഴ്സ് ആണത്. അപ്പൊ ഒരു വൈറ്റൽ എനർജിയാണ് ഹോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വൈറ്റൽ ഫോഴ്സ് ആണ് ഹോം എന്ന് പറയുന്നത്. നമ്മളൊരു പർപ്പസീവായ, നമ്മൾ മലയാളത്തിൽ പറയില്ലേ ത്വര, എന്തൊക്കെയോ ചെയ്യാനുള്ള ത്വര എന്ന് പറയില്ലേ, ആ ഏർജ്, അതാണ് ഹോം എന്ന് പറയുന്നത്. ഏർജ്, ത്വര എന്ന് പറയുന്നത് ഒരു പർപ്പസീവ് ആയിട്ടൊരു കാര്യം ചെയ്യാനായിട്ട്. ഇങ്ങനെ ഹോം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുക. അപ്പൊ ഇത് നമ്മള് ചെയ്യുന്ന കാര്യങ്ങൾക്ക് തടസ്സം വരുമ്പോൾ, അതായത് ഇപ്പോ ലൈക്ക് നമുക്കറിയാം, നമ്മള് ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ് അതും റെസ്റ്റ് ചെയ്യും. പക്ഷെ വേറൊരാൾ അവിടെ ആക്റ്റീവ് ആയിരിക്കും, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ്, നമ്മുടെ സബ് കോൺഷ്യസ് എന്ന് പറയില്ലേ. പലപ്പോഴും സയന്റിഫിക് അല്ല, എന്നാലും ചില കാര്യങ്ങൾക്ക് നടത്തുന്ന ഒരു കാര്യമാണ് ഹിപ്നോട്ടിസം. ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഉറക്കിയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന്, ആ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുന്നു. അതാണല്ലോ ഹിപ്നോട്ടിസ്റ്റ് ചെയ്യുന്നത്. അത് ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് അവർ വിൽ. നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരോട് പറയാനായിട്ട് ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഒക്കെ ഓർപ്പിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് ഹിപ്നോട്ടിസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ളതൊന്നും അതൊക്കെ നമ്മളെ ഒരുമാതിരി ഡിസ്റ്റർബ്ഡ് ആക്കും, ഒരു ഡിസോർഡർ ആക്കി അങ്ങനെ ആക്കി മാറ്റും. പലപ്പോഴും ഇങ്ങനെയുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറി നമ്മളെ ഡിസ്ട്രാക്റ്റഡ് ആക്കും, ഡിസ്റ്റർബ്ഡ് ആക്കും. പക്ഷെ ഹോം എന്ന് പറയുന്നത് വൈറ്റൽ ഫോഴ്സ് ആണ്. നമ്മളെ അത് നമ്മൾ അറിയാതെ നമ്മളെ അത് ഗൈഡ് ചെയ്യുന്നെങ്കിലും ഇറ്റ്സ് ഫോർ എ പർപ്പസ്. ആ ഒരു പർപ്പസിനാണ് ചെയ്യുന്നത്. പരിശോധനയൊക്കെ അതിൽ പെട്ടാണോ മിസ്സേ? അത് പക്ഷെ അങ്ങനെയുള്ള ക്രൈംസ് അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഫൈനൽ അല്ലേ അത് ചെയ്യുന്നത്. അത് പലപ്പോഴും അതിന് അപ്രൂവൽ ഒക്കെ കിട്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് പെട്ടെന്ന് ഒരു ക്രൈം ചെയ്യുന്ന ഒരാളെ ആദ്യം തന്നെ അത് ചെയ്യാറില്ലല്ലോ. ഇറ്റ്സ് അഗെയിൻസ്റ്റ് അവർ വിൽ. ഓരോ മനുഷ്യന്റെ വില്ലിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഓരോന്ന് ചെയ്യുന്നതിന് അതിന് അതിൻ്റെതായ ക്രൈറ്റീരിയകൾ വെക്കുമായിരിക്കും. അത് വരുന്ന നമ്മുടെ ബോഡിയിൽ വരുന്ന ഒരു ഇമ്പൾസ് തന്നെയാണ്. ഈ ഹോമിന് ഒരു എന്തോ കേട്ടില്ല, മുഴുവൻ കേട്ടില്ല ഞാൻ. ഈ ഹോമിനെ ഒരു 1 സെന്റൻസിൽ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ വൈറ്റൽ ഫോഴ്സ്. ഈ ഹോം ഇല്ലേ, ഹോം പറഞ്ഞു പറഞ്ഞു ഞാൻ കേട്ടില്ല, ഞാൻ കേൾക്കുന്നില്ല. പറയുന്നുണ്ടോ? ഹോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 1 സെന്റൻസിൽ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? വൈറ്റൽ ഫോഴ്സ് ആണ്. പിന്നെ ഇറ്റ്സ് എ വൈറ്റൽ ഫോഴ്സ് വിച്ച് ഗൈഡ് us for a purposeful activity. കുട്ടികളുടെ കാര്യം വരുമ്പോൾ ഇറ്റ്സ് എ വൈറ്റൽ ഫോഴ്സ് വിച്ച് ഗൈഡ് എ ചൈൽഡ് ഫോർ ദ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ്. ക്ലിയർ ആയോ? അതായത് ചെറിയ കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആയി വരാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ, അതായത് അവർ മുഴുവൻ സെന്റൻസ് ഒന്നും പറയാതെ അവരുടേതായ ഒരു ഭാഷയിൽ പറയുന്നത്, അവർ ഓരോ കാര്യം ചെയ്യുന്നത് ഈ ഇൻസൈഡ് ഫോഴ്സ് കൊണ്ടായിരിക്കും. അപ്പൊ ആ ഫോഴ്സ് ആണ് അവരെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ ടോയ്സ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത്, അതൊക്കെ നമ്മൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഗൈഡൻസ്, ആ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വൈറ്റൽ ഫോഴ്സ്, അതാണ് ഹോം എന്ന് പറയുന്നത്. നമ്മൾ ഹോർമോൺസ് നമുക്കറിയാം, നമ്മുടെ ബോഡിയിലെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഹോർമോൺസ്. അപ്പൊ സംടൈംസ് ചില ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ വളരെ കൂടുതലായിരിക്കും. ചില കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ടീച്ചർമാർ പൊതുവെ എന്താ ചെയ്യുന്നത്, അവരുടെ ആ എനർജി, ആ എക്സ്ട്രാ എനർജീനെ ഏതെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചുവിടും. അതായത് ആ ഇന്നർ ഫോഴ്സിനെ പോസിറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചുവിടും. അപ്പോൾ ഹോർമോൺസിന്റെ പ്രശ്നമാണെന്നൊക്കെ ചില രീതിയിലൊക്കെ ഇങ്ങനെ പറയും. ആ ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുന്നത് അവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നേ ഓരോന്നും അവർക്ക് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് തോന്നും. അപ്പൊ അവരെ
അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റികൾ കൊടുക്കും. അപ്പൊ അവരുടെ ആ എക്സ്ട്രാ അങ്ങനെ ചെയ്ത് അവരങ്ങ് ക്ഷീണിക്കും. അപ്പൊ എക്സ്ട്രാ വരുന്ന ആ ഒരു എനർജി അതിലേക്ക് കൊടുക്കും. ഈ ഇമ്പൾസ് എനർജി എല്ലാവർക്കും ഉണ്ട്, ആ ഒരു വൈറ്റൽ ഫോഴ്സ്. അതിന് ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകാം അല്ലെ. നമ്മൾ അറിയാതെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു ഫോഴ്സ്, അതാണ് ഹോം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്താ നീമി എന്ന് പറയുമ്പോ ഒരു നമ്മള് പറഞ്ഞു കുട്ടികളുടേത് അബ്സോർബൻ മൈൻഡ് ആണെന്നല്ലേ. അവരെന്ത് കിട്ടുന്നതും അങ്ങനെ ഒരു സ്പഞ്ച് വെള്ളത്തിലിടുന്ന പോലെ തന്നെ എല്ലാം അബ്സോർബ് ചെയ്യും, അത് നമ്മുടെ ഉള്ളിലേക്ക് ഇടും. അപ്പൊ ഇതൊരു അൺകോൺഷ്യസ് ആയിട്ടുള്ള അബ്സോർബൻ മെമ്മറിയാണ് നീ എന്ന് പറയുന്നത്. ഒരു കുട്ടിയിലെ ഉണ്ടാകുന്ന എല്ലാ ജീവജാലങ്ങളിലും ഈ നീമി ഉണ്ട് കേട്ടോ. നീമി എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. അത് ചെടികളാണെങ്കിലും അതുപോലെ തന്നെ മനുഷ്യരാണെങ്കിലും, ജീവനുള്ള മൃഗങ്ങളാണെങ്കിലും മനുഷ്യരാണെങ്കിലും, അതായത് പ്ലാന്റ് ലൈഫിലും ഉണ്ട്, ഫ്ലോറയിലും ഉണ്ട്, അനിമൽ ലൈഫിലും ഉണ്ട്, ഫോണയിലും ഉണ്ട്. അപ്പൊ ബോത്ത് ഫ്ലോറ ആൻഡ് ഫോണ ഹാസ് ദിസ് മെമ്മറി. ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതൊന്നും നമ്മളുടെ ഇതിനകത്തില്ല. എല്ലാ ലിവിങ് തിങ്സിനും ഉണ്ടെന്നൊരു സെന്റൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ ക്ലാസ്സിൽ ഈ ഫ്ലോറയും ഫോണയും കുറിച്ച് പറയാറുണ്ട്. ഫ്ലോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് ലൈഫ്, ഫോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽ ലൈഫ്, എല്ലാം പെടുള്ളൂ. മൃഗങ്ങളും മനുഷ്യരും പ്രാണികളും എല്ലാ സാധനവും വരും, ഇൻസെക്ട്സും റെപ്റ്റൈൽസും എല്ലാം വരും. സോ എല്ലാത്തിനും ഈ ഒരു നീം ഉണ്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്റീരിയർ ചെയ്ത പയ്യനിങ്ങനെ വന്നപ്പം മുന്നിൽ നിൽക്കുന്ന, ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ, തെങ്ങിന്റെ കാര്യം. പണി നടക്കുമ്പോൾ 1 2 തേങ്ങ ഉണ്ടായിരുന്നത്. എല്ലാരും പറയും അത് വെട്ടിക്കളയും, അത് വെട്ടിക്കളയും, വെട്ടിക്കളയും. കാരണം വീടിനോട് ചേർന്നിട്ടാണേ, പൊക്കം കുറവാ, വേറെ പ്രശ്നമൊന്നുമില്ല. അതിന്റെ ഓലയിൽ നിന്ന് മഴ സമയത്ത് സിറ്റ് ഔട്ട് മുഴുവൻ വെള്ളമായിരിക്കും, വേറെ പ്രോബ്ലം ഒന്നും. അത് ഞങ്ങളിവിടെ താമസിച്ചു തുടങ്ങി, അതിനെ നമ്മളൊന്ന് കെയർ ചെയ്തു വന്നപ്പോഴേക്കും അതിലെനിക്ക് തോന്നുന്നു ഒറ്റ ട്രിപ്പിൽ ഒരു 60 തേങ്ങയെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അത്രയ്ക്ക് തേങ്ങ പിടിച്ചു അതില്. നമ്മള് 2 years എടുത്ത് വീട് പണിയാൻ ആ സമയത്ത് 1 തേങ്ങ 2 തേങ്ങ അങ്ങനെ നിന്നത് 60ഓളം തേങ്ങയായി. അപ്പൊ ആ ഇന്റീരിയറിൽ നിന്ന് പയ്യൻ പറയുമായിരുന്നു, ഏതോ ഒരു വീട്ടിൽ ചെന്ന് ഒരു മാവ് നിൽക്കണു, മാങ്ങയൊന്നും ഉണ്ടായിട്ടില്ല അതിനകത്ത്, ഇങ്ങനെ വലുതായി വലുതായി പോവുക. അപ്പൊ ഇവര് പറയാ ഈ മാവ് അങ്ങ് വെട്ടണം എന്ന് പറഞ്ഞു. ആ മാവിൻ ചുവട്ടിൽ നിന്ന് നെക്സ്റ്റ് ഇയർ അതില് നിറയെ മാങ്ങയായി എന്ന് പറയാ. നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്തിട്ടും അതിലെ മാങ്ങ തീരുന്നില്ല. അപ്പൊ ഇതാണ് പറയുന്നത്, ഇതിനൊക്കെ മെമ്മറി ഉണ്ട്. അവരത് കേട്ടു, അത് അവരുടെ ഉള്ളിലുണ്ട്, അവര് റെസ്പോണ്ട് ചെയ്തതാണ് കാണുന്നത്. വീട്ടിലൊരു പച്ചമുളക് ഉണ്ടായപ്പോ അതില് പച്ചമുളകൊന്നും ഉണ്ടാവാറില്ല. 2 വർഷം അങ്ങനെ തന്നെ നിന്നു. പിന്നെ അമ്മ പറഞ്ഞു ഇതിനെ കൊത്തിക്കളയും എന്ന് പറഞ്ഞിട്ട്, പിന്നെ നോക്കുമ്പോഴേക്കും ഭയങ്കര പൂത്ത് കായ് പിടിച്ചു. അതുണ്ട്, അത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യമാണ്. എന്താ പറയുന്നത്, പ്ലാന്റ് ലൈഫിലും അനിമൽ ലൈഫിലുമുള്ള അൺകോൺഷ്യസ് മെമ്മറി എന്ന് തന്നെ പറയാം. ദി പ്രിവാലന്റ് ഫോം, ഒരു ജനറ്റിക് മെമ്മറിയാണ് നീമി എന്ന് പറയുന്നത്. ഒരു അബ്സോർബൻ മെമ്മറി, അൺകോൺഷ്യസ് ആയിട്ടുള്ള അബ്സോർബൻ മെമ്മറി. അതിങ്ങനെ കിടക്കും ഉള്ളിൽ, ഇംപ്രഷൻസ് ആയിട്ട് കിടക്കും. ഒരു പേടി ചെറുപ്പത്തിലേ ഉണ്ടെന്ന് വിചാരിക്കാം, നമ്മൾ എത്ര വലുതായാലും അതിന്റെ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും കാണും അല്ലെ. ഒരു ഇത് ഹസ്ബൻഡിന് നിലാവ് പേടിയാണ്, ചെറുപ്പം മുതലേ വന്നൊരു പേടിയെ എന്തുകൊണ്ടാന്ന് ഓർമ്മയില്ല. അപ്പൊ അതിങ്ങനെ അൺകോൺഷ്യസ് മെമ്മറിയില് അതിനോടുള്ള ഒരു ഇതിങ്ങനെ കിടക്കുക. എത്രയും വലുതാവുമ്പോഴും നിലാവ് പേടിയാണ്. അതാണ് പറയുന്നത്, നമ്മുടെ അൺകോൺഷ്യസ് മെമ്മറിയിൽ കിടക്കുന്നത് അത് വർക്ക് ചെയ്യും. എപ്പോഴാ? നമ്മൾ ഉറങ്ങണ സമയത്ത്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബോധമനസ്സ് ഉറങ്ങുന്നു, പക്ഷെ നമ്മുടെ ബോധമനസ്സ് അതിങ്ങനെ എണീറ്റ് വരും ആ ഒരു സമയം. അതാണ് നമുക്കൊരു തലയും വാലും ഇല്ലാത്ത ചില സ്വപ്നങ്ങൾ നമ്മൾ കാണില്ലേ. അതിന് കുറേയൊക്കെ കാരണം ആയിരിക്കാം. അതിനൊരു ശരിയായൊരു ഡെഫിനേഷൻ ഒന്നും ഇല്ല. നീമി എന്ന് പറയുന്നത് ബോത്ത് ഫ്ലോറയിലും ഫോണയിലും ഉള്ള ഒരു മെമ്മറിയാണ്, ജനറ്റിക് മെമ്മറിയാണ്, അൺകോൺഷ്യസ് അബ്സോർബൻ മെമ്മറിയാണ്. അത് കുട്ടികൾക്ക് ആ ഒരു ഫസ്റ്റ് 3 years, ആ ജനിച്ച ഉടനെ 3 വയസ്സ് വരെ ഇവർ എന്തും അബ്സോർബ് ചെയ്യുവാണ് അല്ലെ. ആഫ്റ്റർ 3 years ഇവരുടെ മെമ്മറി കോൺഷ്യസ് ആയിട്ട് മാറുന്നു. 3 വയസ്സ് കഴിയുമ്പോൾ ഈ നീമി കോൺഷ്യസ് ആയിട്ട് മാറുക. പിന്നെ നമുക്ക് ഓർമ്മകളാണ്, പിന്നെ നമുക്ക് എല്ലാം ഓർമ്മയുണ്ട്. നമ്മളെ പറ്റിക്കാനൊന്നും പറ്റില്ല. 3 വയസ്സ് വരെ അമ്പിളിമാമനെ പിടിച്ചു തരാന്നൊക്കെ പറയും, നമ്മൾ വിശ്വസിച്ച് ഇങ്ങനെ ഇരിക്കും. അത് കഴിയുമ്പോഴേക്ക് അത് പറ്റില്ല, അതെനിക്കറിയാം, എന്നെ പറ്റിക്കാനല്ലേ അങ്ങനെ പറയൂലേ. അതാണ്. അപ്പോ 0 to 3 years ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന
അൺകോൺഷ്യസ് അബ്സോർബന്റ് ജെനറ്റിക് മെമ്മറിയാണ് നീനി എന്ന് പറയുന്നത്. അത് കുട്ടിക്ക് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളിലും, ചെടികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും മനുഷ്യരാണെങ്കിലും ഉറുമ്പാണെങ്കിലും ഇൻസെക്ട്സ് ആണെങ്കിലും റെപ്റ്റൈൽസ് ആണെങ്കിലും പാമ്പ് എന്ത് സാധനം ആയിക്കോട്ടെ എല്ലാത്തിലും ഉള്ളതാണ് ഈ മെമ്മറി. ഓക്കെ, നമ്മൾ ചില സമയത്ത് പൂച്ചകളോട് നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഇതാക്കുമ്പോഴേക്കും അതുങ്ങളുടെ ചില റെസ്പോൺസ്, നമ്മുടെ വീട്ടിലെ പെറ്റ്സ്, ഡോഗ്, എല്ലാത്തിലും നമുക്ക് ഒരു മനസ്സിലാവും. വീട്ടിലൊരാളെ നഷ്ടപ്പെടുമ്പോൾ വളരെ ക്ലോസ് ആണെങ്കിൽ ആ വീട്ടിലെ പെറ്റ്, ആ ഒരു ഡോഗൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? കഥകളിലും കാണാം, റിയൽ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു ഫ്ലഡിന്റെ സമയത്ത് വീട്ടിലെ എല്ലാരെയും നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഡോഗിന് സംഭവിച്ച കാര്യങ്ങൾ. സോ ദാറ്റ് ഇസ് നീം എന്നുള്ളത്. നീമല്ല, നീമി എന്ന് പറയുന്നത് അങ്ങനെ ഒരു അൺകോൺഷ്യസ് അബ്സോർബന്റ് മെമ്മറിയാണ്. 0 to 3 years ഇത് അബ്സോർബന്റ് ആയിരിക്കും, അൺകോൺഷ്യസ് ആയിരിക്കും. ബട്ട് ആഫ്റ്റർ 3 years ഈ ജനറ്റിക് മെമ്മറി നീമി എന്നുള്ളത് കോൺഷ്യസ് ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു സെൽഫ് കൺസ്ട്രക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ അനിമൽസ് ആർ കേപ്പബിൾ ബട്ട് ഹ്യൂമൻസ് ആർ ഇൻകേപ്പബിൾ അല്ലെ? അനിമൽസ് ജനിച്ച ഉടനെ തന്നെ അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവരുടെ ഉള്ളിൽ ആ ഒരു ഇൻബോൺ പാറ്റേൺ ഉണ്ട്, അങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ളത് ഇൻസ്റ്റിങ്ക്റ്റ്. ഹ്യൂമൻസിന് ആ ഇൻബോൺ പാറ്റേൺ ഉണ്ട്, പക്ഷെ ഹ്യൂമൻ അത് അറിയുന്നില്ല. ആ ഒരു പൊട്ടൻഷ്യൽ അവർക്കുണ്ട്. ഒരു ഇൻസ്റ്റിങ്ക്റ്റിന് പകരം അവർക്കൊരു മനുഷ്യനുള്ളത് ഇൻബോൺ പാറ്റേൺസ് ആണ്, ആ ഒരു പൊട്ടൻഷ്യൽ ആണുള്ളത്. അതിന് മറിയ മോണ്ടിസോറി വിളിച്ച പേരാണ് നെബുലെ എന്ന് പറയും. ഈ നെബുലയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നെബുലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാലോ, നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ആകാശത്ത് നമുക്ക് കാണാം, സ്റ്റാർസിനെ കാണാം അല്ലെ, പ്ലാനറ്റ്സ് ഉണ്ട്, പലതരത്തിലുള്ള നക്ഷത്രങ്ങളുണ്ട് അല്ലെ. ഇതൊക്കെ പണ്ട് എന്തൊക്കെയൊക്കെയോ ഡസ്റ്റും ഗ്യാസും ഒക്കെ ആയിരുന്നു. ഒരു പെർട്ടിക്കുലർ ടൈം ആയപ്പോ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നായിരിക്കാം ഒരു സ്റ്റാർ ഉണ്ടായത്. കുറെ പൊടിപടലങ്ങളും ഗ്യാസും അങ്ങനെ എല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ കാണുന്ന ഷൈനിങ് സ്റ്റാർ ആയിട്ട് മാറുന്നത്. ആ ഒരു ക്രൗഡ്, ആ ഒരു ഗ്യാസ്, ആ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയാണ് നെബുല എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ മനുഷ്യന്റെ ഉള്ളിൽ അവിടെയായിട്ട് ഇതിങ്ങനെ കിടക്കുക, ഫുള്ളി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിടക്കുക. ഇത് ഒരുമിച്ച് ചേരുമ്പോഴാണ് നമുക്ക് ആ ഒരു പൊട്ടൻഷ്യൽ, നമ്മുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്കറിയില്ല, സ്റ്റോറീസും റൈംസും നിങ്ങൾക്ക് റെക്കോർഡ് എഴുതാനുണ്ടല്ലേ, പക്ഷെ എന്താ, എനിക്കത് പറ്റില്ല. പക്ഷെ വൺസ് അതിന് ഇരുന്ന് കഴിയുമ്പോ എവിടെ നിന്നൊക്കെയാണെന്നറിയില്ല, കഥയെ കുറിച്ച് നമുക്ക് കിട്ടുവാണ്. അപ്പൊ അവിടെയായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് കിടന്നതെല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ഫോമിലേക്ക് മാറും. അപ്പൊ നെബുല എന്ന് പറയുന്നത് അതാണ്, ക്രൗഡഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ് അവിടെയായിട്ട്. ബട്ട് ഒരു ആവശ്യം വന്നപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ നിന്നും ആ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരും. ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് നെബുല. നെബുല എന്ന് പറയുന്നത് ആ ഒരു പൊട്ടൻഷ്യലാണ്. അതായത് നമ്മുടെ ടാലന്റ് അല്ലെ, എഴുതാനുള്ള കഴിവ്, വരയ്ക്കാനുള്ള കഴിവ്. ചെറുപ്പത്തിൽ മനസ്സിലാവണില്ല, ഏതെങ്കിലും ഒരു ട്രിഗർ, ഒരു ഇൻസിഡന്റ് വരുമ്പോൾ യെസ്, ആ കുട്ടിക്ക് അതിനുള്ള കഴിവുണ്ട്. പലപ്പോഴും തിരിച്ചറിയുന്നത് വീട്ടിലുള്ളവരെക്കാളും നമ്മുടെ ചെറിയ ക്ലാസ്സിലെ നഴ്സറിയിലൊക്കെ ടീച്ചർമാരായിരിക്കും അല്ലെ, അവരത് തിരിച്ചറിഞ്ഞ് അവരത് പ്രൊമോട്ട് ചെയ്യും. അപ്പൊ ആ ഒരു പൊട്ടൻഷ്യൽ, ആ ഒരു ടാലന്റ് അത് പുറത്തേക്ക് വരുന്നതാണ്. കറക്റ്റ് ടൈമിൽ അത് വരും. അത് കറക്റ്റ് ടൈമിൽ വരണമെങ്കിൽ ആ കുഞ്ഞിനെ അതുപോലുള്ള എൻവയോൺമെന്റിലൂടെ വളർത്തണം അല്ലെ, എന്നാൽ മാത്രമാണ്. അതേസമയം ആ ഒരു ടാലന്റ് പുറത്തെടുക്കാൻ പറ്റാതെ സപ്രസ്ഡ് ആയിട്ട് കുട്ടി ജീവിക്കേണ്ട വന്നാലും അവന്റെ ആ ഇൻബോൺ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരാതെ വരും. സ്ഫടിക മൂവി നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അതിനകത്ത് മോഹൻലാലിന്റെ ക്യാരക്ടർ ചെയ്യുന്ന കുട്ടി ചെറുപ്പം തുടങ്ങി എന്തൊരു പൊട്ടൻഷ്യൽ ആ കുട്ടിക്ക്, പക്ഷെ അവന്റെ പാരന്റ് പുഷിങ് ആ ഒരു കാരണം കുട്ടിക്ക് അതിലൂടെ ഷൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അവന്റെ ലൈഫേ തന്നെ സ്പോയിലായി മാറുന്ന ഒരിതാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു പൊട്ടൻഷ്യൽ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. തിരിച്ചറിയപ്പെടാനായിട്ടുള്ള ഒരു ട്രിഗർ വരും. അതാണ് ഈ നെബുലൈനെ പുഷ് ചെയ്യുന്ന നമ്മുടെ ട്രിഗർ ഏതാ? ഇത്രയും പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹോമാണ് നെബുലൈനെ ട്രിഗർ ചെയ്യുന്നത്. ഹോമിനെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആ മെമ്മറിയാണ്, നീമി എന്നുള്ള മെമ്മറിയാണ്. ഇപ്പൊ ഇത് മൂന്നും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലായി. അപ്പൊ ഈ പൊട്ടൻഷ്യലിനെ ട്രിഗർ ചെയ്യുന്ന ഫോഴ്സ് ആണ്
നെബുലയെ ട്രിഗർ ചെയ്യുന്ന ഫോഴ്സ് ആണ് ഹോം. ഹോമിനെ അതിന് വേണ്ടുന്ന ഓർമ്മപ്പെടുത്തൽ ചെയ്യുന്നത് ഗെയിമാണ്. ഗോ ആൻഡ് പുഷ് എന്നുള്ള രീതിയിൽ. ഒരു എക്സാമ്പിൾ പോലെ പറയോ മിസ്സേ? എക്സാമ്പിൾ ഇപ്പൊ എന്താ പറയാ, എനിക്ക് പെട്ടെന്ന് ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഇത്രയും കേട്ടപ്പോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എക്സാമ്പിള് നമ്മുടെ തന്നെ ഒരു ട്രെയിനി പറഞ്ഞ ഒരു കാര്യം പറഞ്ഞാൽ മതിയോ? ഓക്കെ. കുറേ കുട്ടികളെ ട്യൂഷൻ എടുക്കുന്ന ഒരു ടീച്ചറാണ്. പക്ഷെ സ്വന്തം കുട്ടികളുടെ പൊട്ടൻഷ്യല് തിരിച്ചറിഞ്ഞില്ല എന്ന് വളരെ ആത്മാർത്ഥമായി തന്നെ അഡ്മിറ്റ് ചെയ്തു. ആ കുട്ടി പറയാണ്, അതിന്റെ മോൻ ചെറിയ ക്ലാസ്സിൽ 3 വയസ്സ് 3.5 വയസ്സുള്ളപ്പോ നഴ്സറിയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രീ KG പഠിക്കുന്ന സമയത്ത് ആ ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർ ഈ കുട്ടി വരയ്ക്കുന്ന ടീച്ചർക്ക് എന്തോ മനസ്സിലായി. ടീച്ചർ അതിന് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനലിന്റെ സൈഡിൽ കൊണ്ടുപോയി കുട്ടിയെ ഇരുത്തിയിട്ട് പേപ്പറും പെൻസിലും കൊടുത്തിട്ട് പുറത്തേക്ക് നോക്കിയിട്ട് കാണുന്നത് വരയ്ക്കാൻ പറഞ്ഞു. 3.5 വയസ്സുള്ള കുട്ടിയാണല്ലോ, 4 വയസ്സാവാറാവുന്നു. അപ്പൊ ഇവൻ പുറത്തേക്ക് നോക്കിയപ്പോ കണ്ടത് മുഴുവനും വരയ്ക്കുക. വരച്ച് ഏറ്റവും അവസാനം ആ ജനലിന്റെ അഴികളും അവൻ വരച്ചു. കാരണം അവന്റെ കണ്ണിന്റെ മുന്നിൽ കണ്ടതെല്ലാം അവൻ വരച്ചു. ആ നല്ല വ്യൂവിൽ തന്നെ അവൻ വരച്ചു. അപ്പൊ ടീച്ചർക്ക് മനസ്സിലായി ഇവൻ നല്ല പോലെ വരയ്ക്കുന്നു. ഇവൻ നമുക്ക് നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് കുട്ടി. അപ്പൊ ആ കൊച്ചിന്റെ അമ്മ എന്നോട് പറയാണ്, ഞങ്ങൾക്ക് മനസ്സിലായില്ല അവൻ വരയ്ക്കുന്നത്. അപ്പൊ അവന്റെ ഉള്ളിലുള്ള ആ ഒരു ഫോഴ്സിനെ ട്രിഗർ ചെയ്യാനായിട്ട് ടീച്ചർ ഒരു ടൂൾ യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇവൻ വരയ്ക്കുമോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒരു ടൂൾ യൂസ് ചെയ്തു, വെച്ചു കൊടുത്തപ്പോഴേക്കും അവന്റെ ഉള്ളിലുള്ള ആ പൊട്ടൻഷ്യലിനെ അവന്റെ മെമ്മറിയിൽ കുറെ ഇമേജസ് ഉണ്ടാകും. അവൻ ഈ കണ്ട ഇമേജ് മുഴുവൻ അവന്റെ മെമ്മറിയിൽ വന്നു. നീമി അതിൽ വരുന്നു. അവൻ ആ മെമ്മറിയിലുള്ളതിനെ നീമി അപ്പോ ഇവന് കയ്യിൽ പെൻസിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ നീമി അവനോട് വരയ്ക്കാനായിട്ട് ഒരാൾ പറയണല്ലോ. ആ ഒരു ട്രിഗർ, ആ ഒരു ഫോഴ്സ് അവന് കിട്ടുന്നു. അവൻ വരയ്ക്കുന്നു. വരച്ച പിക്ചർ കണ്ടപ്പോ ടീച്ചർക്ക് മനസ്സിലായി അവൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ ആ കുട്ടി ഇപ്പൊ നല്ല പോലെ വരയ്ക്കുന്ന ആ കുട്ടിയുടെ അമ്മ പറയാ ഭയങ്കര പ്രൗഡായിട്ട്. അവനിപ്പോ ടീനേജ് ഒക്കെ കഴിഞ്ഞു, നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ എന്തോ ഡിസൈനിങ്ങോ അങ്ങനെ എന്തോ ഇതിൽ അങ്ങനെ എന്തോ ഒരു വർക്ക് അവന് വീട്ടിലിരുന്ന് ചെയ്യാനും കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. വേറെ എക്സാമ്പിൾ ഒന്നും എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നില്ല. എനിവേ ജസ്റ്റ് കണക്ട്, ഇത് തമ്മിലുള്ള കണക്ഷൻ ഇതാണ്. ഇതിൽ നിന്ന് കൂടുതൽ ചോദിക്കുന്ന കാര്യങ്ങളും ഇതാണ്. നമ്മുടെ വൈറ്റൽ ഫോഴ്സ് ഏതാണ്, പിന്നെ നീം എന്ന് പറയുന്നത് ബോത്ത് ഫ്ലോറ ആൻഡ് ഫോണ ഹാസ് ദിസ് ടൈപ്പ് ഓഫ് മെമ്മറി. നീമി ഈസ് എ ഡാഷ് മെമ്മറി, ജനറ്റിക് മെമ്മറി. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടേംസിൽ കൂടുതൽ വരുന്നത്. നെക്സ്റ്റ് ബാക്കിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ വന്ന കുറച്ച് കാര്യങ്ങൾ. സബ് കോൺഷ്യസ്, നമുക്കറിയാം സബ് കോൺഷ്യസ് മൈൻഡിന്റെ കാര്യം ഞാനിപ്പോ പറഞ്ഞു. സബ് കോൺഷ്യസ് എന്താണെന്നുള്ളത് അതൊരു 24 hours വർക്ക് ചെയ്യുന്ന ഒരു ഭാഗമാണ് സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഉറങ്ങിയാലൊന്നും ഇത് റെസ്റ്റ് ചെയ്യില്ല. നമ്മുടെ ലാസ്റ്റ് ബ്രെത്ത് വരെ ഈ സബ് കോൺഷ്യസ് എന്നുള്ള പാർട്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടാവും. 24 നമ്മൾ ഉറങ്ങിയാലും റെസ്റ്റ് എടുത്താലും ഒന്നും ഇവർക്ക് റെസ്റ്റ് ഇല്ല. ഓക്കെ, കോൺഷ്യസ് മൈൻഡ് റെസ്റ്റ് ചെയ്യും എപ്പോഴാണ്? നമ്മൾ ഇതുപോലെ റെസ്റ്റ് ചെയ്യുമ്പോൾ, ഉറങ്ങുമ്പോൾ കോൺഷ്യസ് മൈൻഡ് റെസ്റ്റ് ആയിരിക്കും. ബട്ട് സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആണ് ആ ഒരു സമയത്ത്. ഓക്കെ, പിന്നെ നമ്മുടെ ഫിസിക്കൽ ട്രേറ്റ്സ് നിങ്ങൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഒക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ശാരീരികമായ വ്യത്യാസങ്ങൾ ആളുകൾ തമ്മിൽ എന്താ ഉള്ളത്? ഹൈറ്റ്, വെയിറ്റ്, കളർ ഓഫ് സ്കിൻ, കളർ ഓഫ് ഐ, മുടിയുടെ കളറ്, മുടിയുടെ ടെക്സ്ചർ, പിന്നെ കൈയുടെയും കാലിന്റെയും സൈസ്. ചിലരുടെ നീളം കൂടിയ വിരലുകളായിരിക്കും, ചിലരുടെ എന്താ പറയുക ഉരുണ്ടിട്ടായിരിക്കും. സ്റ്റൗട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലെ, അങ്ങനെ ലീൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ പിന്നെ ഷേപ്പ് ഓഫ് മൗത്ത്. ഇന്ന് നമുക്കറിയാം പല പല നാട്ടിലുള്ള ആൾക്കാര് മലയാളിയെ പോലെ ആയിരിക്കില്ല. എന്താ പറയാ നോർത്ത് ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാര്, മണിപ്പൂരി നമുക്ക് കുട്ടികളുണ്ട് ക്ലാസ്സിൽ. അവരെല്ലാം ഏതാണ്ട് അവരുടെയൊക്കെ ഫീച്ചേഴ്സ് ഒരുപോലെയൊക്കെ ആയിരിക്കും. പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ, സംസാരിക്കുന്നത്, നടക്കുന്നത് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ഹെയർ സ്റ്റൈൽ, ഇതൊക്കെ ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. ഇനി മെന്റൽ ഡിഫറൻസസ് എന്തൊക്കെ വരാം? ഒരു കാര്യം മനസ്സിലാക്കുന്നത് എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല അല്ലെ. നമ്മുടെ ക്രിയേറ്റിവിറ്റി അതൊരു ഡിഫറൻസ് ആണ്, മെന്റലി വരുന്ന ഒരു ഡിഫറൻസ് ആണ്. ഓക്കെ, മെന്റൽ ഡിഫറൻസസ്
ക്രിയേറ്റീവ് എബിലിറ്റി, ഓരോരുത്തരുടെയും ആപ്റ്റിറ്റ്യൂഡ്സ് അല്ലെ, ഇൻട്രസ്റ്റുകൾ ഡിഫറെന്റ് ആയിരിക്കാം. ക്രിയേറ്റിവിറ്റി, ഒരാൾക്ക് വരയ്ക്കാൻ അറിയാമെങ്കിൽ ഒരാൾക്ക് പാടാനായിരിക്കും, ചിലപ്പോ നല്ലപോലെ എഴുതാൻ കഴിയുന്നവരുണ്ടാവും, നല്ലപോലെ സംസാരിക്കാൻ കഴിയുന്നവരുണ്ടാവും അല്ലെ. അങ്ങനെയൊക്കെ മെന്റൽ ഡിഫറെന്റ് ആയിരിക്കും. പവർ ഓഫ് ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, കോൺസെൻട്രേഷൻ ലെവൽ, അതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും ആളുകളിൽ. ഇന്റലിജൻസിന്റെ ലെവൽ വ്യത്യാസമായിരിക്കും. അതിനകത്ത് 2-3 സെന്റൻസ് ലാസ്റ്റ് ഉണ്ട്. ഐ നോട്ട് ലൈക്ക് ടു ഷെയർ ദാറ്റ്, ഞാൻ അതിന് എഗെയിൻസ്റ്റ് ആണ്. അതിനകത്ത് ഇഡിയറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത്. നമുക്ക് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആളുകളുടെ ഐക്യു അനുസരിച്ച് പല ലെവലിലുള്ള ബുദ്ധിയുണ്ട് എന്നുള്ളത് മാത്രം. അല്ലാണ്ട് ഇതിനകത്ത് ആ ഒരു മന്ദബുദ്ധി എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ചില വാക്കുകളുണ്ട്. ഇസ് ജീനിയസ്, ദാറ്റ്സ് ഓക്കെ, സ്മാർട്ട്, അതൊക്കെ നല്ല നല്ല പോസിറ്റീവ് വേർഡ്സ് ആണ്. അല്ലാത്ത നെഗറ്റീവ് വേർഡ്സ് ഒന്നും നമുക്ക് വേണ്ട. ഇഡിയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും വേണ്ട. ഓക്കെ, നെക്സ്റ്റ് മോട്ടോർ എബിലിറ്റി. ആ ഒരു ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റി നമ്മള് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്പീഡ്, എൻഡുറൻസ്, സ്റ്റാമിന അല്ലെ. നമുക്ക് ക്ഷീണമൊന്നുമില്ലാതെ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ കപ്പാസിറ്റി, അതൊക്കെ നമ്മുടെ മോട്ടോർ എബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. പിന്നെ എല്ലാവർക്കും ഒരേ സ്പീഡ് ആവണമെന്നില്ല. പി.ടി. ഉഷ അല്ലെ, നല്ല സ്പീഡിൽ ഓടുന്നു, നമുക്ക് ഓടി എത്താൻ പറ്റില്ലായിരിക്കും അവരുടെ ഒപ്പം. പിന്നെ നമ്മുടെ മസിൽസിന്റെ മൂവ്മെന്റ്, നല്ലപോലെ റോഡില് പണിയെടുക്കുന്നവര്, പാടത്ത് പണിയെടുക്കുന്നവര്, തടിമില്ല് അവിടെ പണിയെടുക്കുന്നത്, അങ്ങനെ എല്ലാവരുടെയും മസിൽസിന്റെ മൂവ്മെന്റ് ഒരുപോലെ ആവണമെന്നില്ല അല്ലെ. ഭയങ്കര ഹൈ ആയിട്ട് ടഫായിട്ടുള്ള വർക്ക് ചെയ്യുന്നവരുടെ മൂവ്മെന്റ് വേറെ രീതിയിലേക്ക്. ഡാൻസേഴ്സ്, അവരുടെ ബോഡി മൂവ്മെന്റ്സ് വേറൊരു രീതിയിലാണ്. അത്ലറ്റ്സ്, സ്പോർട്സ് അങ്ങനത്തെവരുടെയൊക്കെ വേറെ ഇതായിരിക്കും. പിന്നെ ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, ഓരോരുത്തരുടെ താല്പര്യങ്ങളും അഭിരുചിയും അത് വ്യത്യാസമായിരിക്കും. ചിലർക്ക് വളരെ മെലഡീസ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കാൻ താല്പര്യമുള്ളവരായിരിക്കും, ചിലർക്ക് റോക്ക്, ചിലർക്ക് പോപ്പ്, ചിലർക്ക് ക്ലാസിക് കേൾക്കാനായിരിക്കും. അങ്ങനെ നമ്മളുടെ ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും ഇറ്റ്സ് ഡിഫറെന്റ്. ഓക്കെ, പിന്നെ ചിലർക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഗ്രൂപ്പായിട്ട് ചെയ്യാനായിട്ട് ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ള പല രീതിയിലുള്ള ഇത്. ചിലര് സോഷ്യൽ ഗ്യാതറിങ്സ് ഇഷ്ടപ്പെടും, ചിലർ ലോൺലിനെസ് ഇഷ്ടപ്പെടും, അങ്ങനെയുള്ളതുണ്ടാകാം. അങ്ങനെ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരും. പിന്നെ ആറ്റിറ്റ്യൂഡിലെ ഡിഫറൻസ്. ഓക്കെ, നമ്മൾക്ക് എല്ലാ മനുഷ്യരോടും, നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാവരോടും നമുക്ക് ഒരേ ആറ്റിറ്റ്യൂഡ് ആവണമെന്നില്ല അല്ലെ. അത് ഡിഫറെന്റ് ആയിരിക്കാം, അതുമുണ്ട്. നമ്മുടെ മനോഭാവം, അതല്ലേ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇത് എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. പിന്നെ പല ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കും ഡിഫറെന്റ് ആളുകളോട്, ഗ്രൂപ്പിനോട്, പല ഒബ്ജക്ട്സിനോട്. പിന്നെ പൊളിറ്റിക്കൽ കാര്യങ്ങളോട് നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല, ചിലർക്ക് താല്പര്യം ഒരു എന്താ പറയാ ഒരു മീഡിയം ലെവലില്, മോഡറേറ്റ് ലെവലില്. ചില പിന്നെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചിലർ ഭയങ്കരമായിട്ട് റിലീജിയസ് ആയിരിക്കും, ചിലർ അത് മോഡറേറ്റ് ആയിരിക്കും, ചിലർക്ക് അതിനോട് വലിയ ഇതുണ്ടാവില്ല. അങ്ങനെയുള്ള രീതിയിൽ ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവും. ഇമോഷണൽ ഡിഫറൻസസ്, ഒരു സ്ട്രെസ് വരുമ്പോൾ ലൈക്ക് ഞാൻ മാനേജ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ മാനേജ് ചെയ്യുന്നത്. വേറൊരാൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് വരാം. അങ്ങനെ നമ്മളുടെ ഇമോഷണൽ ഡിഫറൻസും വ്യത്യാസമാണ്. ലൈക്ക് ചിലർ പ്രകടിപ്പിക്കും, ചിലർ എക്സ്പ്രസ് ചെയ്യില്ല. ലവ്, അഫെക്ഷൻ, അങ്ങനത്തെ പല കാര്യങ്ങളും. എങ്ങനെയാണ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഓരോരുത്തരും എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലും വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, നെഗറ്റീവ് ഇമോഷൻസും ഉണ്ട്. അത് ലൈക്ക് ഷൗട്ട് ചെയ്യുക, ആംഗ്രി, ദേഷ്യം കാണിക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളില്ലേ നെഗറ്റീവ് ഇമോഷൻസും. അതും പവർഫുൾ ആണ്. ലൈക്ക് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ എന്തും ചെയ്യും, ആ ഒരു രീതിയിൽ നിൽക്കും. അതേസമയം പോസിറ്റീവ് ഇമോഷൻസ് പലപ്പോഴും ആളുകളെ മാറ്റാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സ്നേഹത്തോടെ പെരുമാറുമ്പോൾ അവർക്ക് ആ ഒരു ഫീല് വല്ലാതെ കിട്ടും. അവര് എന്തെങ്കിലും ആവശ്യമില്ലാത്തൊരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൽ നിന്ന് പിൻവാങ്ങുക വരെ ചെയ്യാറുണ്ട്. ഇത്രയുമാണ് ടേംസിൽ വരുന്നത്. ടേംസ് പറയുകയാണെങ്കിൽ കുറെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്, അബ്സോർബൻ മൈൻഡ്, ഇതെല്ലാം മോണ്ടിസോറി ടേംസ് ആണ്. ഓൾറെഡി അതിലൂടെയൊക്കെ പോയി. ഇതും നിങ്ങൾ ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം. അപ്പൊ ഓക്കെ, സോ നമ്മളൊരു റിഫ്രഷിംഗ് സെഷനിൽ നമ്മൾ ഇതുപോലെ നൈറ്റിൽ കാണും. ദാറ്റ് മേ ബി 1.5 hours or 2 hours എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ 2 days 1 hour എന്നുള്ള രീതിയിലോ നമുക്ക് നോക്കാം. പിന്നെ പ്രാക്ടിക്കൽ സെഷനും ഇതുപോലെ നമ്മൾ ഒരുമിച്ച് കാണും. മോഡ്യൂൾ 3യുടെ ഒരു ബ്രീഫിങ്ങിന് വേണ്ടിയിട്ട്. അതിന്റെ പ്രാക്ടിക്കല് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഡെമോ തരും, മറ്റു ടീച്ചേഴ്സ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോൾ ഞാൻ ഉണ്ടായിരിക്കും, ഞാൻ ജോയിൻ ചെയ്യും. ഓക്കെ, സോ ഓക്കെ, ദെൻ നമുക്ക് അതിന്റെ ചെയ്യാം. ഓക്കെ മിസ്, താങ്ക് യു.
Thank you, miss. Thank you, miss. Thank you. മാം ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിക്കൂ. ഇതല്ല നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ പിങ്ക് ടവർ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നവര്. അപ്പോൾ അത് ഞാൻ 20/80 60/14 ആ ഒരു അളവിൽ ചെയ്യുന്നതിൽ കുഴപ്പമുണ്ടാവോ? ഒത്തിരി വലുതായി പോകൂലേ? മറ്റത് ഒത്തിരി ചെറുതായി പോകും. അതിപ്പോ നമുക്ക് ആർട്ട് പേപ്പറിൽ ചെയ്യുകയാണെങ്കിലേ കാരണം പറയാൻ കാരണം ഞാൻ വൈവിക്ക് വന്നപ്പോ ഒരു ബാച്ചിൽ ഇതുപോലെ ഒരു 4 വയസ്സുകാരനെ കൊണ്ട് ഞാൻ നമ്മുടെ വൈവിക്ക് വന്ന ആളുടെ കുട്ടിയാണ് ചെയ്യിപ്പിച്ചു. അപ്പൊ എന്താ പറ്റുന്ന വെച്ചാൽ അവന്റെ ഹൈറ്റിനേക്കാളും മുകളിൽ പോവുക. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നമ്മുടെ ഹൈറ്റ് വരെ എത്തുന്ന രീതിയിലൊക്കെ ആയിപ്പോയി. ഭയങ്കര ഹൈറ്റ്. അപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്യുന്നു എന്ത് ഇത്ര ഹൈറ്റ് എന്ന് ചോദിച്ചു. അപ്പോഴാ പറഞ്ഞു വലുതാക്കി ചെയ്തു. നോക്കൂ, ട്രൈ ചെയ്യൂ. ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 20 മീറ്ററിന്റെ ചാർട്ട് സ്ക്വയർ കട്ട് ചെയ്താൽ 10 സെന്റിമീറ്റർ ആണ് ആ ക്യൂബ് വരിക. ഓക്കെ ഓക്കെ, മനസ്സിലായി. അങ്ങനെ എടുക്കുമ്പോ 20 സെന്റിമീറ്റർ എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് അത് ഫോൾഡ് ചെയ്യുമ്പോ ആണ് നമുക്ക് 10 സെന്റിമീറ്റർ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അതാണോ ചോദിച്ചേ? അതാ ചോദിച്ചത്. യെസ്, അത് വേണം. അല്ലാണ്ട് നമ്മൾ 10 സെന്റിമീറ്റർ എടുക്കുമ്പോ അത് ഫോൾഡ് ചെയ്ത് വരുമ്പോഴേക്കും അതിന്റെ പകുതിയായിരിക്കും. ഓക്കെ ഓക്കെ, മിസ് പറഞ്ഞു തന്നു കാണുമല്ലോ നിങ്ങൾക്ക് അത് ചെയ്യേണ്ട രീതി. അപർണ മിസ്, ഞാൻ ക്ലാസ്സിൽ കുറച്ച് മിസ്സിംഗ് ഉണ്ട്, അതുകൊണ്ട് കേട്ടില്ല. അപ്പൊ ഞാനിപ്പോ ജസ്റ്റ് ട്രൈ ചെയ്തപ്പോ 20 എടുത്തിട്ട് പിന്നെ ഹാഫ് ആക്കി മടക്കിയിട്ട് യൂട്യൂബിൽ കണ്ടപ്പോലെ ചെയ്തു. നമുക്ക് 6 ഫേസസ് എന്തോ വരില്ലേ? അപ്പൊ ആ ഫേസസ് ഫോൾഡ് ചെയ്യുന്നതും കൂടെ നമ്മളുടെ കാൽക്കുലേഷനിൽ വരണം. പിന്നെ മിക്കവാറും യൂട്യൂബിൽ അതിന്റെ വീഡിയോ കാണുമായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതിന്റെ. ഞാൻ അത് നോക്കിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ചോദിക്കാന്ന് വിചാരിച്ചത്. യെസ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ 6ഉം 7ഉം ഉണ്ടല്ലോ, നിങ്ങൾക്ക് രണ്ട് ബാച്ചിന് ഞാൻ 10 ക്വസ്റ്റ്യൻസിന്റെ അസൈൻമെന്റ് തന്നിരുന്നു. സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നുള്ളത് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 2 ബാച്ചിന് തന്നു. എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല അല്ലെ? 7th തന്നായിരുന്നു. എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നിങ്ങളുടെ ക്ലാസ്സിൽ വരുന്ന ടീച്ചറെ കൊണ്ട് ഞാനതൊന്ന് പറഞ്ഞു തരാനായിട്ട് പറയാം കേട്ടോ. അല്ലെങ്കിൽ ഞാനൊരു 5 or 10 minutes ആ ഒരു ക്ലാസ്സിൽ കയറിയിട്ട് പറഞ്ഞുതരാം. നാളെ പറ്റില്ല. റെക്കോർഡിന്റെ കാര്യം ഒരുമിച്ചിരുന്ന ക്ലാസ് ചെയ്യാനാണോ പറഞ്ഞിട്ടുണ്ടായിരുന്ന മിസ്? അത് ഷെയർ ചെയ്തിട്ടില്ലേ? 5th റെക്കോർഡിന്റെ കോപ്പി ഷെയർ ചെയ്തിട്ടുണ്ടോ? നോ മിസ്. അത് ഷെയർ ചെയ്ത് തരാം. നിങ്ങളത് കോപ്പി ചെയ്ത് വെക്കാം. പ്രാക്ടിക്കൽ സെഷൻ തുടങ്ങുമ്പോഴേക്കും അതൊന്ന് കോപ്പി ചെയ്ത് തീർക്കുവാണെങ്കിൽ നന്നായിരുന്നു. പിന്നെ പിക്ചേഴ്സ് ഒട്ടിച്ചാൽ മതി. വളരെ കുറച്ച് ഡീറ്റെയിൽസ് ഓരോ മെറ്റീരിയൽസിനെ കുറിച്ച്. 7-10 മോക്ക് ടെസ്റ്റ് ഉണ്ട്, കയ്യിലുണ്ട്. വേണമെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്ത് വേണമെങ്കിൽ ഞാൻ തരാം, അല്ലെങ്കിൽ അത് അങ്ങോട്ട് ഷെയർ ചെയ്യാം. പിന്നെ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് തരാം. ചാപ്റ്റർ ഉണ്ടോ എക്സാമിന്? ഇപ്പൊ തീർന്ന സ്ഥിതിക്ക് ഞാൻ ക്വസ്റ്റ്യൻ ഇടും, അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. 3 questions or 2 questions ഒക്കെ ടേംസിൽ നിന്ന് വരുള്ളൂ. പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്, അതിൽ നിന്നായിരിക്കും കൂടുതൽ വരിക. സെൽഫ് കൺസ്ട്രക്ഷനിൽ നിന്നും ഒരു 4 ആ ഒരു രീതിയിൽ 18 questions ഉണ്ടാകും പാർട്ട് 3യിൽ നിന്ന് ഞാൻ എടുക്കുന്ന പോർഷൻ. Okay then. So anyway, we will meet. മിസ്, ഈ എക്സാം 50 മാർക്കിനല്ലേ? 50 മാർക്കിനല്ലേ എന്നല്ലേ ചോദിച്ചത് ദിവ്യ? അതെ മിസ്സേ. അതെ, 10 മാർക്ക് ഇംഗ്ലീഷ് ആണേ. 40 മാർക്കായിരിക്കും മോണ്ടിസോറി പോർഷൻ. ഈച്ച് ഓഫ് 2 മാർക്ക് അല്ലേ? 100 marks total. Okay. ടീച്ചർ, Yes. ടീച്ചർ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു. എന്താണെന്ന് വെച്ചാല് ഞാൻ ഇന്ന് സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഇതിന്റെ സ്മാർട്ട് സിറ്റിയുടെ, അതായത് ഇതിൻ്റെതാണ് ഉണ്ടായത്, കോൺവെക്കേഷന്റെ. അപ്പൊ അതില് ലാസ്റ്റില് പിന്നെ എല്ലാവരും ആ ക്യാപ്പ് എടുത്തിട്ട് ഒരു എറിയുന്ന ഒരു ഇത്, അതോടുകൂടി അത് എൻഡ് ചെയ്തത്. അതെനിക്ക് എന്താണെന്ന് വിചാരിച്ചാല് ആ സ്ഥാപനത്തോടും പിന്നെ നമ്മളുടെ ആ ബിരുദത്തോടും ചെയ്യുന്ന ഒരു അനാദരവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് അത് ടീച്ചറോട് ഒന്ന് പറയാന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ അറിയിക്കാം. എവറിബഡി ഈസ് ഫോളോയിങ് ദ സെയിം മെത്തേഡ് എന്നുള്ള രീതിയിൽ പലയിടത്തും കാണുന്നത് അതാണല്ലോ. അത്
ആക്ച്വലി എനിക്ക് വലിയ താല്പര്യമുള്ള സംഭവമല്ല കോൺവെക്കേഷൻ. അതുകൂടെ ഞാൻ പറയാം. ഞാൻ എഞ്ചിനീയറിംഗിൽ പഠിക്കുമ്പോഴും കോൺവെക്കേഷൻ ഇല്ല, ഞങ്ങളുടെ മോണ്ടിസറിക്കും കോൺവെക്കേഷൻ ഇല്ലായിരുന്നു. ബട്ട് ഞാൻ എൻ്റെ ഒരു പാർട്ടാണ്. കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അത് ഭയങ്കര, ട്രെയിനീസിന് അത് ഭയങ്കര താല്പര്യമുള്ളതാണ്. കാരണം മേ ബി ഇനി ലൈഫിൽ നമുക്കൊരു അക്കാദമിക് ഏരിയ ഇല്ല. അപ്പൊ ആ ഗൗൺ ഇട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന്റെ ഒരു സന്തോഷം, അതൊരു അച്ചീവ്മെന്റ് ആണല്ലോ. സോ ദാറ്റ്സ് ആ ചടങ്ങിനോട് എനിക്കും എന്താണ് യോജിപ്പാണ്. പക്ഷെ ആ ലാസ്റ്റിൽ ആ എറിയുന്ന നമ്മൾ ആ ഒരു ബിരുദം ഒരു കളഞ്ഞ് ഇല്ലാതാക്കുന്ന പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. അതാ ഞാൻ ടീച്ചറോട് പറഞ്ഞത്. ലാസ്റ്റിൽ ആ ക്യാപ്പ് വലിച്ചെറിയുന്ന ഒരു ഇത്, അതെനിക്കെന്തോ ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് എന്റെ ഒരു തോന്നലായി, എന്താ പറയാ, അതൊരു ചില വെഡിങ് സമയത്ത് ബൊക്കെ എറിയുമ്പോ അത് അടുത്ത ആരുടെ കയ്യിലാണോ കിട്ടുന്നത് അവരുടെ കല്യാണം ഉടനെ നടക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അതുപോലെ ക്യാപ്പ് എറിയുന്നതിനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. ഓക്കെ ടീച്ചർ, അല്ല എന്തെങ്കിലും എനിക്ക് തോന്നി എന്തെങ്കിലും ചിലപ്പോ ഇന്നർ മീനിങ് ഉണ്ടായിരിക്കും. പക്ഷെ എനിക്കത് ഫസ്റ്റ് കണ്ടപ്പോ അത് സൗണ്ട് കേട്ടിട്ട് മോളും വന്നിരുന്നു. അപ്പൊ മോളെ ഒന്നുകൂടി കാണിച്ചു അമ്മയെന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുത്തപ്പോ അവളും കണ്ടു ക്യാപ്പർ. എന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മേ അത് റോങ് അല്ലേ ചെയ്യുന്നത്, നമ്മളവര് ബിരുദം കിട്ടിയ ഇതല്ലേ, അപ്പൊ അതിന്റെ ഗ്രാജുവേഷൻ സെറിമണി അല്ലേ, എന്നിട്ട് അത് എറിയുമ്പം നമ്മൾ ശരിക്കും അതിനോടൊരു എന്തോ റോങ് ചെയ്യുന്ന പോലെയല്ലേ എന്ന് അവളും ചോദിച്ചു എന്നോട്. ഞാൻ കണ്ടപ്പോ എനിക്കും തോന്നി. അപ്പൊ അത് ഇനി ആർക്കെങ്കിലും അങ്ങനെ തോന്നോ, അത് നല്ലതാണോ എന്നുള്ളൊരു ഇത്. ദാറ്റ് ഇസ് ഫോർ ഓൺലി ഫോർ വീഡിയോ ആൻഡ് ഫോട്ടോ. എറിഞ്ഞു കഴിഞ്ഞിട്ട് അവര് തന്നെ പോയി അത് പറക്കിയെടുത്ത് വീട്ടിൽ തിരിച്ച് ഈ തലയിൽ വെച്ചിട്ടാണ് അവര് നമ്മുടെ ഹാളിലേക്ക് നടന്നു വരുന്നത്. പിന്നെ എറിയലില്ല. അപ്പൊ അതിങ്ങനെ പലരും ചെയ്യുന്നത് ഫോളോ ചെയ്തതായിരിക്കാം. എന്താണ് അതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് എനിക്കും അറിയില്ല. ഈ ക്യാപ്പ് എറിയുന്ന എന്തിനാന്നും ഈ ഗൗൺ എന്തിനെന്നുള്ള കൺസെപ്റ്റ് എനിക്കറിയില്ല. ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് വെരി ഡിസ്കംഫർട്ട് ഇൻ ദാറ്റ് ഗൗൺ. നമ്മളത് ഇവർക്ക് കൊടുക്കുമ്പോൾ ഞങ്ങളൊരു ഗൗൺ ഇടുന്നുണ്ട്, ഞാൻ ഭയങ്കര ഡിസ്കംഫർട്ടാണ് ആ ഗൗണില്. എനിക്ക് ആ ക്യാപ്പ് എന്റെ തലയിൽ ഇരിക്കില്ല, അതിങ്ങനെ നൂർന്ന് പോയിക്കൊണ്ടിരിക്കും. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ സർട്ടിഫിക്കറ്റ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എനിക്ക് തോന്നിയത് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് എന്തോ ഇങ്ങനെ ക്യാപ്പ് എറിഞ്ഞു കളയുക. കാരണം ഇത് കാണുമ്പോ എനിക്ക് എന്റെ 10th ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. ഞാനിങ്ങനെ ടെക്സ്റ്റും നോട്ട്ബുക്കും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ്. എന്നിട്ട് നമുക്ക് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു വെനസ്ഡേ തുടങ്ങി നെക്സ്റ്റ് വെനസ്ഡേ തീരുവാ. നെക്സ്റ്റ് വെനസ്ഡേ എന്ന് പറഞ്ഞാൽ മാത്സ് ആയിരിക്കും ഏറ്റവും ലാസ്റ്റ് എക്സാം. മോർണിംഗ് മാത്സിന്റെ ഫസ്റ്റ് പേപ്പർ, ഉച്ച കഴിഞ്ഞിട്ട് സെക്കൻഡ് പേപ്പറാണ്. എക്സാം കഴിഞ്ഞ് ഞങ്ങൾ നടന്നാണ് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോ മെയിൻ റോഡിലൂടെ തന്നെയാണ് നടന്നു പോകുന്നത്. ഞങ്ങൾ എല്ലാവരും എക്സാം എല്ലാം കഴിയുമ്പോൾ എല്ലാവരും പിന്നെ പിരിയുവാണല്ലോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി നടന്നു പോയപ്പോ ഞങ്ങളുടെ ബാച്ചിൽ ഒരു പയ്യൻ, അത് സീനിയർ ബാച്ചിലായിരുന്നു, തോറ്റ് ഞങ്ങളുടെ ബാച്ചിൽ വന്ന കേട്ടോ. ഈ മാത്സിന്റെ ടെക്സ്റ്റ് കുഞ്ഞു പീസസ് ആയിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ പറത്തിയിട്ടു. എനിക്കത് കണ്ടിട്ട് വന്നൊരു വിഷമം. ഞാൻ മാത്സിനെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ്. അത് ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ കീറുന്നത് കണ്ടപ്പോഴേ ബാക്കി ആളുകളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പൊ ബസ് പോകുമ്പോ ഇതിങ്ങനെ പറന്ന് മുകളിലേക്ക് പോവുക. ഇപ്പോഴും എന്റെ ഓർമ്മയിൽ അതുണ്ട്. മോനെ ടീച്ചർ, അത് എല്ലാം ഞാനും കാണാറുണ്ട്, പ്രത്യേകിച്ച് 10th ഒക്കെ കഴിയുമ്പോ. അത് പക്ഷെ കുട്ടികളുടെ അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് വിചാരിച്ചിട്ട് സമാധാനിക്കാം. പക്ഷെ ഇതെനിക്ക് എന്റെ ഒരു ഇതില് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. കാരണം ഇനി ഞാൻ ഇത് അങ്ങനെ കണ്ടിട്ട് ഇല്ല, കുറവ് അങ്ങനെ കണ്ടിട്ടില്ല. അത് ഫസ്റ്റ് കണ്ടപ്പോ എനിക്ക് എന്തോ ഒരു ഇത് തോന്നി. കാരണം നമ്മൾ ആ ഒരു ബിരുദം തന്നെ നമ്മൾ എറിഞ്ഞു കളയുന്ന പോലത്തെ ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ടീച്ചർ. മനസ്സിലായി. അത് ശരിക്കും പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ആയിട്ടാണ് അത് എടുക്കുന്നത് കേട്ടോ, ആ ഒരു സെഷൻ. എന്നിട്ട് പിന്നെ ക്യാപ്പ് തന്നെ എടുത്ത് അതിലെങ്ങനെ എറിയുന്നു ആ ഒരു വീഡിയോയ്ക്കോ ഫോട്ടോയ്ക്കോ വേണ്ടി പലയിടത്തും കണ്ടിട്ടുണ്ട്. ഫോറിൻ കൺട്രീസിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. മേ ബി അതൊക്കെ ഫോളോ ചെയ്യുന്നതായിരിക്കാം. എന്താണ് അതിന്റെ ഉദ്ദേശം ഒന്ന് നോക്കട്ടെ. ഞാനൊന്ന് എന്തായാലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അറിയിക്കാം. ഇങ്ങനെ ഒരു കൺസേൺ വന്നിട്ടുണ്ട്, അത് എറിഞ്ഞു കാണുമ്പോ ഒരു വിഷമം. അതെ ടീച്ചർ ചോദിച്ചു, ചിലപ്പോ അതിന് വേറെ നമ്മളെ കാണാത്ത അർത്ഥം ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോ ഇതാണ് മനസ്സിൽ ഓടി എത്തിയത്. അതാണ് ഞാൻ പിന്നെ ടീച്ചറോട് പറയാന്ന് വിചാരിച്ചത്. ഓക്കെ ടീച്ചർ, എനിവേ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്.